afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, Good ma'am. afternoon, ma'am. Start ചെയ്തോ. Prayer. Dear God, bless our learning today. Guide us and help us find the way. May our hearts be kind and minds be bright. Shine your light and make it a wonderful day. Sign in. A very warm good afternoon to all, the respected teacher and my dear friends. Today it is my honor to introduce our teacher, Miss Mildred ma'am. We extend a heartfelt welcome to you, ma'am. We are truly excited to learn from your guidance and experience, and we look forward to growing under your mentorship. Thank you, ma'am. Once again, a very warm welcome to you. God. For the day. Government of the people, by the people, for the people. Abraham Lincoln. മൊഡ്യൂളിലെ തേർഡ് യൂണിറ്റ് എടുക്കാം കേട്ടോ. ഫോർത്ത് മൊഡ്യൂളിലെ ഫസ്റ്റ് യൂണിറ്റ് ഫിനിഷ് ആയിട്ടുണ്ടായിരുന്നു. നിംസ് എടുക്കുന്നത് ഫിഫ്ത്ത് മൊഡ്യൂളിലെ തേർഡ് യൂണിറ്റ്. സെമിനാർ വന്നിട്ടുണ്ട്. സെമിനാർ എടുക്കാം. ഞാൻ റെഡിയാണ്. ഞാൻ ഈ ഒരു ആദ്യ ഭാഗം പറഞ്ഞ രീതിയിലാണ് മഞ്ജുവിന്റെ വരുന്നത്. കൊളാബറേഷൻ. ഓക്കെ മിസ്. ഓക്കെ. പേജ് നമ്പർ 149 കേട്ടോ. ഓക്കെ. തേർഡ് യൂണിറ്റ് roles and responsibilities, early childhood education, family engagement. Okay. ഒന്ന് വായിച്ചു നോക്കിയേ. അടുത്ത പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കിയേ. ഇതാണ് അതിൽ പറയുന്നത്. റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി അല്ലെ. കുട്ടികളുടെ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഫാമിലി എൻഗേജ്മെന്റ് അല്ലെ. അതിന്റെ കാര്യങ്ങളായാലും അതുപോലെ തന്നെ ടീച്ചേഴ്സിന്, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് എന്തൊക്കെ റോളുകളുണ്ട്, അവർ ചെയ്യുന്ന കാര്യങ്ങൾ, ഇതൊക്കെയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. കുട്ടികളുടെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. എന്താണ് ആ പാരഗ്രാഫിൽ പറയുന്നത്? 2 സെന്റൻസ് ഉള്ളൂ അല്ലെ. ജസ്റ്റ് 2 സെന്റൻസ് ഉള്ളൂ. ഇതാണ് കുട്ടികളുടെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് കുടുംബങ്ങള് ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഭരണാധികാരികള്, അഡ്മിനിസ്ട്രേറ്റേഴ്സ് അല്ലെ, അധ്യാപകര്, അധ്യാപക സഹായികള്, അതുപോലെ തന്നെ സാമൂഹിക ജീവനക്കാര് എന്നിവരെല്ലാം നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അല്ലെ. ഇവരെല്ലാവരും കൂടി കൂടിച്ചേർന്നാലാണ് ഒരു കുട്ടിക്ക് നല്ല രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസം നമുക്ക് പകർത്ത് അല്ലെങ്കിൽ എന്താണ് കൊടുക്കാനായിട്ട് പറ്റും അല്ലെ. അല്ലെങ്കിൽ എന്താണ് ബിൽഡപ്പ് ചെയ്യാനായിട്ട് അവനിൽ നല്ലൊരു വിദ്യാഭ്യാസം അല്ലെ. ഓരോ കുട്ടിയിലും നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുക്കാനായിട്ട് ഇവരുടെ എല്ലാവരുടെയും സഹായം അത്യാവശ്യമാണ്. ഇവര് നല്ല രീതിയിലുള്ള പങ്ക് വഹിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ കുട്ടികൾക്ക് നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കാനായിട്ട് നമ്മൾ എങ്ങനെയാണ് വെറുതെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അതിന് നല്ല രീതിയിലുള്ള കെയർഫുൾ ആയിട്ടുള്ള ഒരു പ്ലാനിങ്ങിലൂടെ വേണം കൊടുക്കാനായിട്ട് അല്ലെ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിലൂടെ ഒരു പ്രോസസ്സിലൂടെ വേണം കൊടുക്കാനായിട്ട്. ഇപ്പോ ഒരു കുട്ടിക്ക് നമ്മുടെ ഇപ്പോ സ്കൂളൊക്കെ തുറന്നു അല്ലെ, സ്കൂളൊക്കെ സ്റ്റാർട്ടായി ഒരു പഠിപ്പിക്കാനായിട്ട് അല്ലെ, ഓരോ കുട്ടികളെയും പഠിപ്പിക്കാനായിട്ട് ഓരോ വിഷയങ്ങൾ പഠിപ്പിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലെ. അപ്പൊ എങ്ങനെയാണ് ഓരോ പ്രോസസ്സിങ് അല്ലെ, ഓരോ കാര്യങ്ങള് ഇത്ര എന്താ പറയാ ചാപ്റ്റേഴ്സ് പഠിപ്പിച്ചു. CBSE സ്കൂളിലൊക്കെ ആണെങ്കിൽ 2 മാസം ഇടവിട്ടൊക്കെ എക്സാംസ് ഉണ്ടാവും. ഇതിനു വേണ്ടിയിട്ട് അങ്ങനെ നടത്തുന്നത് ഇതിനു വേണ്ടിയിട്ടായിരിക്കാം. ഹാഫ് ഇയർലി എക്സാം, ക്വാർട്ടർ ഇയർലി എക്സാം ഉണ്ടാവൂലേ. എന്തിനു വേണ്ടിയിട്ടാണ് കുട്ടികളിൽ അങ്ങനെയുള്ളൊരു എക്സാംസും കാര്യങ്ങളൊക്കെ നടത്തുന്നത്? പോർഷൻസ് ഒക്കെ തുടക്കം മുതലേ പഠിച്ചു പോകാൻ വേണ്ടിയിട്ടാണ്. പോർഷൻസ് പഠിച്ചു പോകാനായിട്ട്. അതുപോലെ തന്നെ നല്ല രീതിയിലൊരു വിദ്യാഭ്യാസം
കുട്ടികൾക്ക് കിട്ടാനായിട്ട് അല്ലെ. അതുപോലെ അവര് നല്ല രീതിയിലൊരു എന്താ പറയാ നോളജ് ഉള്ള കുട്ടികളായിട്ട് വളരാൻ വേണ്ടിയിട്ട് അതുപോലെ ഇങ്ങനെ പോർഷൻസ് നമ്മളിങ്ങനെ കംപ്ലീറ്റ് ആക്കി പോകുമ്പോൾ തുടർന്ന് നെക്സ്റ്റ് ഒരു എന്താ പറയാ മാർച്ച് ലാസ്റ്റ് ഒക്കെ ആകുമ്പോൾ എക്സാംസ് വരും അല്ലെ. 10 അതുപോലെ തന്നെ +2 പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ നല്ലൊരു വിജയ% കൈവരിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ അക്കാദമിക് അല്ലെ നമുക്ക് പറയാം ഫാമിലി ആയാലും അതുപോലെ സാമൂഹികമായിട്ട് കാര്യങ്ങള് അല്ലെങ്കിൽ എന്താണ് സമൂഹമായിട്ട് അല്ലെങ്കിൽ സോഷ്യൽ ആയിട്ടായാലും അതുപോലെ തന്നെ അവിടുത്തെ പ്രിൻസിപ്പള് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ടീച്ചേഴ്സ് ഇതൊക്കെ വളരെ പങ്കുവഹിക്കുന്നുണ്ട് അല്ലേ. എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് നല്ല രീതിയിലുള്ളൊരു വിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ളൊരു അവരിപ്പോ പല മെത്തേഡുകൾ യൂസ് ചെയ്യുന്നുണ്ടാവും കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാനായിട്ട്. പല ടെക്നോളജീസ് യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലെ. ഓരോ സെക്ഷൻ വൈസ് അല്ലെങ്കിൽ ഓരോ പ്രോസസ്സിങ് ഇതൊക്കെ എങ്ങനെയാണ് നല്ല രീതിയിലുള്ളൊരു പ്ലാനിങ് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ തുടക്കം മോശമായിട്ടുണ്ടെങ്കിൽ കൊടുക്കുമ്പോൾ എന്താണ് മോശം രീതിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അല്ലെ. അതുകൊണ്ട് കെയർഫുൾ ആയിട്ടുള്ള ഒരു പ്ലാനിങ്ങിലൂടെ വേണം കുട്ടികൾക്ക് വിദ്യാഭ്യാസം പകർന്നു കൊടുക്കാനായിട്ട്. അതുവഴി നമുക്ക് എന്താണ് അതിന്റെ ലാസ്റ്റിലോട്ട് എത്തുമ്പോഴത്തേനും നല്ല രീതിയിലുള്ളൊരു റിസൾട്ട് കുട്ടികളിൽ നിന്ന് നമുക്ക് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ല രീതിയിലുള്ള കെയർഫുൾ ആയിട്ടുള്ള പ്ലാനിങ് അത്യാവശ്യമാണ്. ഇനി എന്താ ഓരോ പേഴ്സണൽസ് ഡിസ്ട്രിക്ട് പേഴ്സണൽസ് ഏതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്താണ് പ്രൊവൈഡ് ദ സ്ട്രക്ചർ ടു എൻഷുർ ദാറ്റ് ദ ഫാമിലീസ് ഹാവ് എ മീനിങ്ഫുൾ എൻഗേജ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും ഉദ്ദേശിക്കുന്നത്? ആരെയായിരിക്കാം? നടത്തിക്കൊണ്ടുപോണവരല്ലേ മിസ്? അതെ കാര്യനിർവഹണ വിഭാഗം അല്ലെ, അല്ലെങ്കിൽ കാര്യനിർവഹണം അല്ലെ. അഡ്മിനിസ്ട്രേഷൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ഏറ്റവും മേലധികാരികൾ എന്ന് പറയാൻ പറ്റും അല്ലെ. പ്രിൻസിപ്പൽസ് അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയിട്ട് പറയാൻ പറ്റും. അപ്പൊ അവരെന്താണ് ഫാമിലിക്കും കൂടി ഒരു പേജ് നമ്പർ 149 ഓക്കെ ഫാമിലിനെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്കും കൂടി എൻഗേജ്മെന്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണം കുട്ടികളുടെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട്. എങ്ങനെയെല്ലാം നമുക്ക് ഫാമിലിനെയും കൂടി ഉൾപ്പെടുത്താൻ പറ്റും പറയാൻ പറ്റുമോ? ഏതൊക്കെ മേഖലകളില് അല്ലെങ്കിൽ ഏതൊക്കെ മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അവരെ എന്താണ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ അവർക്ക് അവസരങ്ങൾ കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ട്? ഓർത്തു നോക്കി. നിങ്ങളും പാരന്റ്സ് ആണല്ലേ അല്ലേ? നിങ്ങളൊക്കെ ഇപ്പൊ പാരന്റ്സ് മീറ്റിംഗ് നടത്താറുണ്ട് അല്ലേ? ഇതിനു വേണ്ടിയിട്ടാണ് പാരന്റ്സ് മീറ്റിംഗ് നടത്തുന്നത്. അപ്പൊ എന്താണ് പാരന്റ്സിനെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് സിസ്റ്റിംഗാർക്കൊക്കെ അറിയാൻ പറ്റും സ്കൂളുകൾ ആരംഭിക്കുന്ന ആ ടൈമാണ് അല്ലെ. അതുകൊണ്ട് തന്നെ ഈ ജനറൽ ബോഡി മീറ്റിംഗ് ഉണ്ടാവും പാരന്റ്സിന്. എന്തിനു വേണ്ടിയിട്ടാണ്? ഓരോ കാര്യങ്ങളിലെ കുട്ടികളെ പഠിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടും അവരെ ഇപ്പോ ടോയ്ലറ്റ് മാനേഴ്സ് പഠിപ്പിക്കുക. അതുപോലെ ഇപ്പോ എന്താ പറയാ ഇപ്പൊ ചില കുട്ടികളൊക്കെ ഉണ്ടാവും എന്താണ് ബാത്റൂമിലൊക്കെ പോവാതെ അല്ലെങ്കിൽ എന്താ അങ്ങനെയൊക്കെ പോവാതെ പോകുന്ന കുട്ടികള്. അപ്പൊ എന്താണ് അവർക്ക് പാരന്റ്സിന് അവയർനെസ് ക്ലാസ് കൊടുക്കുക. ഇപ്പൊ എന്റെ മോളുടെ ജനറൽ ബോഡി മീറ്റിംഗ് എനിക്ക് പോകാൻ പറ്റില്ല, ഹസ്ബൻഡാണ് പോയത്. അപ്പൊ ഹസ്ബൻഡ് പറയുന്നത് നീ കേൾക്കേണ്ട ക്ലാസ് ആയിരുന്നു പറയുന്നത്, അമ്മമാർക്കുള്ള ക്ലാസ് ആയിരുന്നു എന്നാണ് പറയുന്നത്. കാരണം അവരെ ടോയ്ലറ്റ് മാനേഴ്സ് പഠിപ്പിക്കുക അല്ലെങ്കിൽ ടോയ്ലറ്റിലൊക്കെ വിട്ടിട്ട് വേണം നമ്മൾ ക്ലാസ്സിലേക്ക് പറഞ്ഞയക്കാനൊക്കെ, അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണല്ലേ. അപ്പൊ ഓരോ കാര്യങ്ങളും കുട്ടികളെ നേരത്തെ എണീപ്പിക്കണം, നേരത്തെ കിടത്തി ഉറക്കുക, അവരെ ഫുഡ് കൊടുക്കേണ്ട കാര്യങ്ങള്, അതുപോലെ പഠിപ്പിക്കേണ്ട രീതികൾ, ഇതൊക്കെയാണ് ആ മീറ്റിംഗിൽ ഉൾപ്പെടുത്തിയിട്ട് അവര് പറയുന്നത്. അപ്പൊ ഓരോ കാര്യങ്ങളും കുട്ടികളുടെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് പകർന്നു കൊടുക്കേണ്ട വാല്യൂസ് കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് അവിടെ പറഞ്ഞത് എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് ഓരോ കാര്യങ്ങളിലും ഫാമിലിനെയും കൂടി അവസരപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഫാമിലിക്കും കൂടി ഓപ്പർച്യൂണിറ്റീസ് കൊടുത്തുകൊണ്ട് വേണം വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ ഓർഗനൈസേഷൻ വളർന്നു പോകാനായിട്ട്. അല്ലെങ്കിൽ അവർക്കും കൂടി ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെ. ടീച്ചേഴ്സ് കുട്ടികളുമായി ചേർന്ന് നിന്നിട്ടുണ്ടെങ്കിൽ മാത്രം നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ടോ? ഇല്ല അല്ലെ. എല്ലാവരും ഇപ്പൊ സോഷ്യൽ ആയിട്ടായിക്കോട്ടെ, അതുപോലെ തന്നെ സ്കൂളില് എല്ലാ മേഖലകളും ഉൾപ്പെടുത്തിക്കൊണ്ട് ടീച്ചേഴ്സിനെയും സ്റ്റുഡൻസിനെയും അവരുടെ ഫാമിലിയെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഇപ്പോ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലെ. അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാനുള്ളത്. പഠിപ്പ് മാത്രമല്ല അല്ലെ,
അവർക്ക് നല്ല രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോ ആനുവൽ ഡേ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ യൂത്ത് ഫെസ്റ്റിവലൊക്കെ വരുന്നുണ്ട് സ്കൂളുകളിലൊക്കെ. അപ്പൊ ആനുവൽ ഡേക്ക് കുട്ടികളെ ഇപ്പൊ ഡാൻസിന് അതുപോലെ പാട്ടിന് ഇതിനൊക്കെ നമ്മള് പാരന്റ്സ് പങ്കെടുപ്പിക്കാനായിട്ട് കുട്ടികളെ വിടാറുണ്ട് അല്ലേ. പക്ഷെ എന്താണ് അതും ചെയ്യുമ്പോൾ പാരന്റ്സും കൂടിയും അതിൽ ഉൾപ്പെടുന്നുണ്ട് ഇല്ലേ, അവർക്കും കൂടി ഒരു അവസരം കൊടുക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ എന്റെ മോളുടെയൊക്കെ സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ആനുവൽ ഡേ ഒക്കെ നടത്തുമ്പോൾ നമ്മള് അവര് പറയുന്ന ടൈമിൽ കുട്ടികളെ കൊണ്ടുപോകണം. ശനിയാഴ്ചയൊക്കെ ചിലപ്പോൾ ക്ലാസ് ഉണ്ടാവില്ലല്ലോ, അപ്പൊ ആ ടൈമിൽ ശനിയാഴ്ച 2 മണിക്ക് പ്രാക്ടീസ് ഉണ്ട്. അപ്പൊ എന്താണ് നമ്മളെയും കൂടി നമ്മള് കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ നമ്മൾക്കും കൂടി ഉള്ള ഒരു അവസരമാണ് അവിടെ കൊടുക്കുന്നത് അല്ലെ. ഓക്കെ, ഇനി എന്താ provide opportunities for professional development, training for all staffs. എന്താണ് ഈ എങ്ങനെയാണ് ഈ ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നത് എല്ലാ സ്റ്റാഫുകൾക്കും? എങ്ങനെയാണ് പ്രൊഫഷണൽ ഡെവലപ്മെന്റിലേക്ക് അവർ നല്ല രീതിയിൽ പ്രൊഫഷണലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സിന് ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നുണ്ട് ഇല്ലേ. ഇപ്പൊ നമ്മൾ പഠിച്ചിരുന്ന കാലഘട്ടത്തൊക്കെ ടീച്ചേഴ്സിനൊക്കെ ക്ലസ്റ്റർ ഇപ്പോഴും ഉണ്ടാവും ഇല്ലേ. ക്ലസ്റ്ററിലൊക്കെ പോകുന്നത് അന്നൊക്കെ നമുക്ക് നല്ല സന്തോഷമായിരിക്കും അല്ലെ. അന്ന് നമുക്ക് ക്ലാസ് ഉണ്ടാവില്ല, എല്ലാ ടീച്ചർമാരും ക്ലസ്റ്ററിനൊക്കെ പോകും അല്ലെ. അപ്പൊ എന്താണ് അന്ന് ക്ലാസ് ഉണ്ടാവില്ല, നമ്മളത് കേൾക്കാനായിട്ട് കാത്തിരിക്കും. ഞാനൊക്കെ എങ്ങനെയായിരുന്നു എന്താണ് മടിയന്മാരാണല്ലോ ക്ലാസ്സിലൊക്കെ പോകാനായിട്ട് അല്ലെ. നമ്മള് ഇപ്പൊ എല്ലാവരും നമ്മളായാലും ഇപ്പോഴത്തെ കുട്ടികളായാലും അങ്ങനെ തന്നെയാണ്. എപ്പോഴാണ് അവധി വരുന്നത് കലണ്ടറിൽ ഇങ്ങനെ നോക്കും അല്ലെ, 2ാം ശനി അല്ലെങ്കിൽ ഇപ്പൊ ജൂണിലൊക്കെ മുഹറം വരുന്നുണ്ട്. അപ്പൊ സ്പെഷ്യൽ ക്ലാസ് വെക്കും മിസ്സേ, വരാത്തതൊക്കെ ടീച്ചർമാര് വരാണ്ടിരിക്കണൊക്കെ സ്പെഷ്യൽ ക്ലാസ് വെക്കും. സ്പെഷ്യൽ ക്ലാസ് വെക്കും, അത് ശരിയാണ്. പോർഷൻസ് നീങ്ങണം അല്ലെ. ഇപ്പൊ നിങ്ങൾക്കായാലും പോർഷൻസ് ഞങ്ങൾ എടുത്തു തീർന്നില്ലെങ്കിൽ സ്പെഷ്യൽ വെക്കുന്നത് പോലെ അവർക്കും സ്പെഷ്യൽ ക്ലാസ് വെക്കാറുണ്ട്. അതുപോലെ ക്ലസ്റ്റർ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ എന്താണ് അവർക്ക് ട്രെയിനിങ് കൊടുക്കുക, എങ്ങനെ പഠിപ്പിക്കണം, ഏതൊക്കെ രീതിയിൽ, ഏതൊക്കെ മെറ്റീരിയൽസ്, ഏതൊക്കെ മെത്തേഡിലൂടെ പഠിപ്പിക്കണം, ഏതൊക്കെ ടെക്നിക്സ് യൂസ് ചെയ്യണം. ഇപ്പൊ എന്താ CBSE സ്കൂളിലൊക്കെ എന്താണ് ഇതുണ്ട്, TV ഉണ്ട് അല്ലെ. അതിലൂടെ പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെയൊക്കെയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് അല്ലേ. പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ നമ്മള്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെറിയ കുട്ടികള് പവർ പോയിന്റ് പ്രസന്റേഷൻ എന്നൊക്കെ പറയുമ്പോൾ എന്താ, നമ്മളൊക്കെ ആണെങ്കിൽ പിന്നെ ഓക്കെയാണ്. പക്ഷെ അവരിപ്പോ ടെക്നോളജി അല്ലെ, ടെക്നോളജിയോട് ചേഞ്ചസ്, നമ്മള് ടെക്നോളജി ചേഞ്ചസ് ആവുന്നതോടൊപ്പം തന്നെ കുട്ടികളിലും അത്തരത്തിലുള്ള ചേഞ്ചസുകൾ വന്നു തുടങ്ങി അല്ലെ. അപ്പൊ അവരെ പഠിപ്പിക്കുന്ന രീതിയിലായാലും ടെക്നിക്കൽ ചേഞ്ചസ് ആയാലും അതുപോലെ തന്നെ അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ വന്നു കുട്ടികൾക്ക്. എന്നെ നമ്മള് പറയാറുണ്ട്, ഇപ്പൊ പറയുന്നതാണ് പഠിപ്പിക്കാറില്ലേ നിങ്ങളെന്ന് വെച്ച് പറഞ്ഞു തുടങ്ങിയിട്ടല്ലോ ഈ ആഴ്ച. ഇല്ല നീ പഠിപ്പിക്കാറില്ല, പക്ഷെ ഞങ്ങൾക്ക് TV വെച്ച് തരാറുണ്ട്. TV ഉണ്ട് നാളെ ക്ലാസ്സിൽ. അപ്പൊ റീൽസ് കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കാറുണ്ട്. അപ്പൊ വയസ്സ് തുടങ്ങിയപ്പോൾ പഠിപ്പിച്ചൊക്കെ തുടങ്ങും. അപ്പൊ പറയുന്നതാണ്. അപ്പൊ കുഞ്ഞു കുട്ടികളുടെ ക്ലാസ് മുതലേ എന്താണ് ഇങ്ങനെയുള്ള TVകള് കാര്യങ്ങള്, അവർക്ക് പഠിക്കാനുള്ള പാട്ടുകൾ വെച്ച് കൊടുക്കാറുണ്ട്. അതൊക്കെ എന്താ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട ടെക്നോളജി അല്ലെ, പല പല മെത്തേഡ്സിലൂടെയൊക്കെയാണ് ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത്. അപ്പൊ അവർക്ക് കിട്ടുന്ന ട്രെയിനിങ്ങിലൂടെ അല്ലെ ഓരോ പ്രൊഫഷണൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ് ആണ് ടീച്ചേഴ്സിനും വരുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ഇനി എന്താ ടീച്ചേഴ്സ് ആൻഡ് അസിസ്റ്റൻസ്. അതിൽ പറയുന്നത് പ്രൊവൈഡ് എ വെൽക്കമിങ് എൻവയോൺമെന്റ് ഫോർ ഓൾ ഫാമിലീസ് ഇൻ ദ ക്ലാസ് റൂം അല്ലെ. അവരിപ്പോ പാരന്റ്സ് മീറ്റിംഗ് ഒക്കെ വെക്കുമ്പോ അല്ലെങ്കിൽ അവരെ കുട്ടികളുടെ മാർക്കുകള്, അതുപോലെ തന്നെ അവർക്ക് ഫാമിലിയോട് പറയേണ്ട കാര്യങ്ങള്, ഓരോ കാര്യങ്ങളായി നമുക്ക് വെൽക്കം ഒരു എൻവയോൺമെന്റോട് കൂടിയിട്ട് വേണം അവരെ സ്വീകരിക്കാനായിട്ട് പാരന്റ്സിനെ അല്ലെ. അതുപോലെ തന്നെ ഇപ്പൊ കുട്ടികൾ പഠിക്കുന്നില്ല അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ടാണെങ്കിലും നമ്മള് ഇത്തരത്തിലുള്ള ക്ലാസ് റൂം സൗകര്യപ്രദമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അഡ്വാൻറ്റേജ് ഈ ക്ലാസ് റൂമിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ സ്റ്റുഡൻസിനെ നമ്മള് ഈ ഹോം വിസിറ്റ് ഒക്കെ ഉണ്ട് ഇല്ലേ. നിങ്ങളുടെ മക്കൾക്കൊക്കെ ഉണ്ടോ ഹോം വിസിറ്റ്? എന്റെ മോൾക്കുണ്ടായിരുന്നു കേട്ടോ. LKG UKG 1 2 ഉണ്ടായിരുന്നില്ല. 2 തൊട്ടിട്ടുള്ളൂ, 2ാം ക്ലാസ്സിലായിട്ടുള്ളൂ കുട്ടി. 1 ഉണ്ടായിരുന്നില്ല. LKG UKG ആയപ്പോ ടീച്ചേഴ്സ് ഒക്കെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഒക്കെ വരുമായിരുന്നു. ഒരു ക്ലാസ്സിൽ ഇപ്പൊ 40 പേരുണ്ടെന്നുണ്ടെങ്കിൽ 40 വീടുകളിലും ടീച്ചേഴ്സ് പോകണം. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ പോകുന്നത്? അവിടുത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കാം, കുട്ടിയുടെ പാരന്റ്സ്, അതുപോലെ തന്നെ കുട്ടിക്ക് പഠിക്കാനുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ, അല്ലെങ്കിൽ കുട്ടിയുടെ കാര്യങ്ങള് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. കുട്ടി ഏത് എൻവയോൺമെന്റിൽ നിന്നാണ് വരുന്നത്, ഇങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് അവർ ഫേസ് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ടീച്ചർ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഈ ഹോം വിസിറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട്
ഒരു ഫോട്ടോ എടുക്കണം. ഓക്കെ, പോയി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ റിപ്പോർട്ടും അവർക്ക് എഴുതി കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ 40 കുട്ടികളുടെ 40 റിപ്പോർട്ടും അവിടെ എഴുതി സബ്മിറ്റ് ചെയ്യണം. അത്തരത്തിലുള്ള കാര്യങ്ങള്. അപ്പോ ബാക്ക്ഗ്രൗണ്ട് അറിയാനായിട്ടായാലും ഫാമിലീസിനെ അറിയാനായിട്ടായാലും ഒക്കെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളും സ്കൂളുകളിൽ നിന്ന് ചെയ്യുന്നുണ്ട് അല്ലെ. ഓക്കെ, അതാണ് ടീച്ചേഴ്സ് ആൻഡ് അസിസ്റ്റൻസിൽ വരുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് തന്നെ മനസ്സിലാവുന്നില്ല ഞാൻ പറയുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. എളുപ്പമുള്ള ചാപ്റ്റർ ആണ് കേട്ടോ. അതുപോലെ എന്താണ് സർവീസ്, സോഷ്യൽ സർവീസ് പേഴ്സണൽസ്. ഈ അതിൽ പറയുന്നത് പല കാര്യങ്ങളും ഇപ്പൊ പഠിക്കുക മാത്രമല്ല, അല്ലെങ്കിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് മാത്രമല്ല കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഡേയ്സും സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് സ്കൂളുകളിൽ. ഇല്ലേ? ഇന്ന് എന്താ ദിവസം? ദിവസത്തിന്റെ പ്രത്യേകത അറിയോ? എന്താണ്? എൻവയോൺമെന്റ് ഡേ ആണ് അല്ലെ, ജൂൺ 5. ഓക്കെ, അപ്പൊ എന്താണ് ഇപ്പോ കുട്ടികൾക്ക് ഇപ്പൊ പോസ്റ്റർ ഉണ്ടാക്കാനായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോ കുട്ടികൾക്ക് തൈകൾ കൊടുക്കാറുണ്ട് സ്കൂളുകളിൽ നിന്നൊക്കെ. നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോ ചെയ്യുന്നുണ്ടോന്ന് അറിയില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ അപ്പൊ എന്താണ് ഒരു എന്താ പറയാ സോഷ്യൽ ആയിട്ട് ഇപ്പൊ പല ബിസിനസ് മാൻസും ഇപ്പൊ അവര് ഇപ്പോ ടൈഅപ്പ് ചെയ്തുകൊണ്ടാണ്, പല ഓർഗനൈസേഷനുമായിട്ട് ടൈഅപ്പ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനത്തെയുള്ള പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്. ചിലവർ ഡൊണേഷൻ ചെയ്യാറുണ്ട് അല്ലെ. ഇത്ര തൈകള് സ്കൂളുകളിലേക്ക് ഡൊണേഷൻ ചെയ്യും കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്താ സോഷ്യൽ ആയിട്ടുള്ള ഒരു സർവീസ് അല്ലെ, അവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കുട്ടികൾക്ക് എന്ത് കൊടുക്കുന്നത്, വിദ്യാഭ്യാസം പകർന്നു കൊടുക്കുന്നത് അല്ലെ. ഓക്കെ, ഇപ്പൊ മോളുടെ സ്കൂളിൽ നിന്നില്ലേ അവര് പറഞ്ഞേക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള ചെടികൾ എന്തെങ്കിലും ഗിഫ്റ്റ് ആയിട്ട് പിള്ളേര് തമ്മിൽ പരസ്പരം കൈമാറാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കൊടുത്തു വിടാനായിട്ട് കൃഷിഭവനിന്നൊക്കെ തരാറുണ്ട്. എന്നാലും ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട്, ഒരു 5 ചെടി കൊണ്ടുവന്ന് 5 ഫ്രണ്ട്സിന് കൊടുത്തു വിടുക. എന്തെങ്കിലും തൈകൾ കേട്ടോ. 5 എണ്ണം പിള്ളേർക്ക് ഗിഫ്റ്റ് ആയിട്ട് പരസ്പരം കൈമാറാനായിട്ട് അവരവരുടെ ക്ലാസ്സിൽ. നല്ലൊരു വെറൈറ്റി മെത്തേഡാണ് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ അതിൽ പറയുന്നത് ഹോം വിസിറ്റ് നമ്മൾ പറഞ്ഞതാണല്ലേ. ഫാമിലീസിനെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഹോം വിസിറ്റ് നടത്താം. പിന്നെ എന്താണ് ട്രെയിനിങ്ങുകൾ കൊടുക്കാം. നമുക്കിപ്പോ ഫാമിലിക്ക് ആയാലും അതുപോലെ തന്നെ ടീച്ചേഴ്സിനായാലും ഓരോ കാര്യങ്ങൾ. ഇപ്പോ ഈ കുട്ടികളിൽ വരുന്ന ഒരു രോഗമാണ് അഡിനോയിഡ് എന്ന് പറഞ്ഞിട്ട്. അവർക്ക് ഉറങ്ങാൻ പറ്റില്ല, കറക്റ്റായിട്ട് ശ്വസിക്കാനൊക്കെ പറ്റില്ല. ഉണ്ടായിരുന്നു അല്ലെ. സർജറി കഴിഞ്ഞു. ഓക്കെ, അപ്പോ കഴിഞ്ഞ ഒരു വർഷം മോളുടെ ക്ലാസ്സിൽ ഇത്തരത്തിലുള്ള ഒരു അവയർനെസ് ക്ലാസ് കൊടുത്തിരുന്നു. നമ്മൾ വിചാരിക്കും എന്താണ് വായ തുറന്ന് കിടന്ന് ഉറങ്ങുന്നത് കുട്ടി, അല്ലെങ്കിൽ എന്താണ്. അപ്പൊ അതൊക്കെ ചിലപ്പോ നമ്മൾ ചീത്ത പറയും അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഉണ്ട് നോവില് ഭയങ്കരമായിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് സർജറി കഴിഞ്ഞിട്ടും വീണ്ടും അത് കണക്കുണ്ടായിരുന്നു. ഓവർ വെയിറ്റ് ആയി. കുഞ്ഞായിട്ടുണ്ടായിരുന്നു. 3 വയസ്സ് തൊട്ട് നമ്മൾ സ്പ്രേ ചെയ്യുമായിരുന്നു മൂക്കില്. 10 വയസ്സായപ്പം സ്കാൻ ചെയ്ത് നോക്കിയപ്പോ അത് ഓവറായിട്ട് ഗ്രോ ആയി വളർന്നു. മൂക്കിലും ചെവിയിലും തൊണ്ടയിലും ഉണ്ടായിരുന്നു. അങ്ങനെ 12 വയസ്സായപ്പോ അത് സർജറി ചെയ്തു. ഇപ്പൊ 1 വർഷമായി, 13 വയസ്സായി. ഇപ്പൊ ആൾക്ക് ഒരുപാട് വെയിറ്റ് വെച്ച്, നല്ല വെയിറ്റ് ആയി. 60-62 ഒക്കെ ആയി. സർജറിയുടെ സൈഡ് എഫക്റ്റ് ആണെന്നാ പറഞ്ഞത്. അത് മെഡിസിൻ ഒരുപാട് യൂസ് ചെയ്തതിന്റെ. ഒരുപാട് മെഡിസിൻ യൂസ് ചെയ്തായിരുന്നു. കുഞ്ഞിലോട്ടേ നമുക്ക് സ്പ്രേയും മെഡിസിനും എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പൊ എത്ര വയസ്സുണ്ട്? ഇപ്പൊ 13 വയസ്സുണ്ട്. 12 വയസ്സായപ്പോഴാ ചെയ്തത്. അത് ചെവിയിലും ഉണ്ടായിരുന്ന, മൂക്കിലും. ഒരു ചെവിക്ക് കേൾവി ഇല്ലായിരുന്നു, നമുക്ക് അറിയത്തില്ലായിരുന്നത്. കേൾവി ടെസ്റ്റ് ചെയ്തപ്പോഴാണ് അത് കണ്ടുപിടിച്ചത്. അങ്ങനെ സർജറി ചെയ്തു. മൂക്കിലും ഉണ്ടായിരുന്നു, ചെവിയിലും അങ്ങനെ തൊണ്ടയിലും അതും എടുത്ത്. ഇനി ഒരു മൂക്കിലൂടെ ഉണ്ടെന്നാണ് പറയുന്നത്. സിറോഡ് ടാബ്ലറ്റ് എല്ലാം ഒരുപാട് കഴിച്ച് ഇങ്ങനെ ഓവർ വെയിറ്റ് ആയെന്ന്. വെയിറ്റ് ഇന്നലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയായിരുന്നു. അങ്ങനെ ചെക്കപ്പിന് കൊണ്ടുപോകണം. കൊണ്ടുപോയപ്പോ 62 എബോവ് ഉണ്ട് വെയിറ്റ്. വെയിറ്റ് കുറയ്ക്കണമെന്നാ പറഞ്ഞേക്കുന്നത്. എന്നാലും ഇപ്പോഴും നോവിലും ഭയങ്കര രാത്രിയാകുമ്പോ ബ്രീത്തിങ് ഇഷ്യൂ ഒക്കെ ഇപ്പോഴും ഉണ്ട്. ഡാൻസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ബോയ് ആണോ ഗേൾ ആണോ?
ബോയ് ആണ്. ഞാൻ ബോയ് ആണെങ്കിൽ കരോട്ടയ്ക്കൊക്കെ ഇപ്പൊ വിട്ടു ഡാൻസ് ഒക്കെ തുടങ്ങി. ഇഷ്ടമല്ല. കരോട്ടയ്ക്ക് ഡാൻസ് പോകുന്നുണ്ട്. സൂംബ ഡാൻസിനൊക്കെ വിടാൻ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ എല്ലാ ഉം. ദിവസവും ചെയ്യിക്കണമെങ്കിൽ നല്ലതായിരിക്കും. ബോഡി വെയിറ്റ് കുറയാൻ പയ്യെ പയ്യെ. ആ അല്ലാണ്ട് പിന്നെ മെഡിസിൻ എടുക്കാണ്ടിരിക്കുന്ന നല്ലത് ബോഡി വെയിറ്റ് കുറയ്ക്കാനായിട്ട്. പിന്നെ ഇപ്പൊ അതില്ലാണ്ട് പറ്റത്തില്ല. അതാണ് ഫാറ്റി ലിവറും ഉണ്ടെന്ന് ഇങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പം ചെറുതായിട്ട് ആരംഭം ഉണ്ടെന്ന് പറഞ്ഞു. സൂക്ഷിച്ചോളൂ കേട്ടോ ഉം. ഞാൻ ക്യാൻസർ. എന്റെ ഒരു അനുഭവം പറയാം. എനിക്ക് ഫാറ്റി ലിവർ ഉണ്ടായിരുന്നേ. പക്ഷെ ഞാൻ ഷുഗർ കട്ട് ചെയ്തു. പിന്നെ യോഗ കറക്റ്റാക്കി. എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി പോലെ നമുക്ക് ജോയിന്റ് പെയിൻ ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അപ്പൊ യോഗ ആകുമ്പോ അധികം ഇതില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ യോഗ കണ്ടിന്യൂ ചെയ്യണം. അപ്പൊ അങ്ങനെ വന്നപ്പോ എന്റെ ഫാറ്റി ലിവർ ഒക്കെ ഇപ്പൊ കുറഞ്ഞിട്ടാ. അപ്പം നോക്കിയിട്ട് കൊച്ചിന് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ അതിൽ ചേർത്തിട്ട് യോഗ ഷുഗർ ചെയ്യിപ്പിക്കും അല്ലേ? അപ്പൊ അത് നല്ലതാ. ബ്രീത്തിങ്ങിന്റെ ഇതിനും എല്ലാത്തിനും നല്ലതാണല്ലോ. പിന്നെ ഇതുപോലെ തന്നെ ഷുഗർ നോക്കി ആവുന്നതും കുറയ്ക്കാൻ ശ്രമിക്കുക. ഓവറായിട്ട് കഴിക്കണമെങ്കിൽ അത് കുറച്ച് കഴിഞ്ഞാൽ തന്നെ ഫാറ്റി ലിവർ കുറയും. അതെന്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞേട്ടാ. ഞാൻ അങ്ങനെ കഴിക്കില്ലായിരുന്നു. പിന്നെ നമ്മൾ എക്സസൈസ് ഒന്നും ചെയ്യാണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ. രാവിലെയുള്ള ഡ്യൂട്ടിയാ. പിന്നെ നമ്മളിങ്ങനെ ഒരു കോഴ്സ് വന്ന് ഞാൻ ചേർന്നാണ്. പക്ഷെ ഇത് കഴിഞ്ഞ് ഞാൻ സ്കാൻ ചെയ്ത് നോക്കിയപ്പോ ഫാറ്റി ലിവർ കുറഞ്ഞു. പക്ഷെ 2008, 2009 എനിക്ക് അതിനുശേഷം എപ്പോഴും ഫാറ്റി ലിവർ കാണിക്കുമായിരുന്നു. പിന്നെ ഇങ്ങനെ യോഗ ചെയ്തതിന് ശേഷമാണ് യോഗ ചെയ്യുകയും ചെയ്യണ്ടായിരുന്നു. പഞ്ചസാര നിർത്തുകയും ചെയ്ത്. അപ്പൊ രണ്ടില് എനിക്ക് തോന്നണത് ഷുഗർ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാലും ചിലപ്പോ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോ കഴിച്ചു പോകും. അതുകൊണ്ട് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഫാറ്റി ലിവർ കുറയും. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. അഞ്ച് സെമിനാർ എടുക്കാൻ റെഡി ആയിക്കോളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ വായിച്ചു കഴിഞ്ഞാല് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് മിക്കവാറും PG ക്ലാസ് അടുത്ത ആഴ്ച കൂടി ഉണ്ടാവുള്ളൂ. ട്യൂഷൻ അടുത്ത ആഴ്ച കൂടി ക്ലാസ് എടുപ്പിക്കാൻ പോർഷൻ തീർന്നു കഴിഞ്ഞിട്ട് ടീച്ചിങ് ക്ലാസ് ഉണ്ടായിരിക്കുന്നു. തീർന്നില്ലെങ്കിലോ ചിലപ്പോ എക്സ്ട്രാ ചെയ്ത് കിട്ടിയായിരിക്കും. ടീച്ചേഴ്സ് പറയും കേട്ടോ, കോൺട്രാക്ഷൻ ഓഫീസിൽ നിന്നായിരിക്കും സ്പെഷ്യൽ ഉണ്ടെങ്കിൽ. പോയിന്റ് വായിച്ചു കഴിഞ്ഞോ? ക്ലിയർ അല്ലേ ക്വസ്റ്റ്യൻസ്? ഓക്കെ, അപ്പൊ മഞ്ജു സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. ഗുഡ് ആഫ്റ്റർനൂൺ, respected teacher and my dear friends. My seminar topic is collaboration. കൊളാബറേഷൻ എന്ന് പറഞ്ഞാൽ പലതരം കൂട്ടായ്മ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് ഓഫീസുകളിൽ, സ്കൂളുകളിൽ, അങ്ങനെയുള്ള ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഒരു കൂട്ടായ്മയായിട്ട് പ്രവർത്തിക്കുന്നതിനെയാണ് കൊളാബറേഷൻ എന്ന് പറയുന്നത്. കൊളാബറേഷൻ ഇപ്പൊ ഞാനിവിടെ പറയാൻ പോകുന്നത് സ്കൂളുമായിട്ട് നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ സ്കൂൾ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോഴത്തേക്കും കുട്ടികളുടെ വിദ്യാഭ്യാസപരവും ജീവിതപരവുമായ വിദ്യാഭ്യാസത്തിനായി
അധ്യാപകരും കുടുംബാംഗങ്ങളും സമൂഹവും തമ്മിൽ ഒരു കൂട്ടായ്മയുണ്ട്. ഇതിനെയാണ് കൊളാബറേഷൻ അഥവാ കൊളാബറേഷൻ എന്ന് പറഞ്ഞാൽ സഹകരണം. ഇവരെല്ലാരും കൂടി സഹകരിച്ച് ഒരു ഇതാണ്. ഇതിന്റെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ PTA പോലുള്ളത് ഇതാണ്. PTA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരന്റ്സ് ടീച്ചർ അസോസിയേറ്റ്. അപ്പൊ ഇത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ കൊളാബറേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളൊരു പരിപാടി വരുമ്പോൾ, സ്കൂളിലെ പരിപാടി വരുമ്പോൾ ടീച്ചറും പാരന്റ്സും കുട്ടികളെ എല്ലാ കാര്യങ്ങളിലും പങ്കെടുപ്പിക്കാനായിട്ടും അവരുടെ വിദ്യാഭ്യാസം നല്ല രീതിയിലോട്ട് നടത്തിക്കൊണ്ടുപോകണേ കുടുംബാംഗങ്ങളുമായിട്ട് ഈ ടീച്ചേഴ്സിന് നല്ല കുടുംബാംഗങ്ങൾക്കാണല്ലോ കുട്ടികളെ കുറിച്ച് നല്ല രീതിയിൽ അറിയണത്. അപ്പൊ ടീച്ചർമാർ ഈ കുട്ടികളെ കുറിച്ച് ഓരോ കാര്യങ്ങളും ചോദിച്ച് അറിയണം. ഇപ്പൊ ഏതെങ്കിലും കുട്ടിയൊക്കെ ഇങ്ങനെ സൈലന്റ് ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കാര്യമൊക്കെ ടീച്ചർമാർ പ്രത്യേകം അന്വേഷിച്ച് ഇതാക്കി അവരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഈ ടീച്ചർമാര് എന്താ പറയണത്, പല ലാംഗ്വേജിലുള്ള പാരന്റ്സ് ആയ നമ്മുടെ കുട്ടികൾ വിവിധ സ്റ്റേറ്റിൽ നിന്നൊക്കെ വന്ന് പഠിക്കണായിരിക്കുമല്ലോ. അങ്ങനെ വരുമ്പോഴത്തേക്കും പല ലാംഗ്വേജാണ് പാരന്റ്സിന് അറിയാം. അപ്പൊ ടീച്ചർമാർക്ക് ഇവരുടെ ലാംഗ്വേജസ് ഒന്നും മനസ്സിലാവത്തില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും ഇവരുടെ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു ഭയങ്കര പ്രശ്നമായിട്ട് വരും. കുട്ടികൾക്ക് ടീച്ചർ പറയണതൊക്കെ ഇത്തിരി മനസ്സിലാവില്ല. പാരന്റ്സിനും എന്താ പറയണ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കണുണ്ടാ എന്നൊക്കെ ഭയങ്കര ഡൗട്ടായിരിക്കും. അങ്ങനെയുള്ള ഇത് ഇല്ലാണ്ടാക്കാനായിട്ട് സ്കൂളുകളിൽ ഇപ്പൊ വേറെ ലാംഗ്വേജ് ഒക്കെ ഉള്ള കുടുംബാംഗങ്ങളാണെങ്കിൽ ആ ലാംഗ്വേജ് അറിയണ ആളെ നിർത്തിക്കൊണ്ട് ടീച്ചേഴ്സും അവരും തമ്മിൽ സംസാരിച്ച് കുട്ടികളുടെ വീട്ടിലെ അന്തരീക്ഷം, അതായത് കുട്ടികളുടെ പ്രവൃത്തി, ഇതൊക്കെ നല്ല രീതിയിൽ അറിഞ്ഞിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. അത് കീസ് ടു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ വിത്ത് പാരന്റ്സ് ആൻഡ് ഫാമിലി. അതിൽ എന്താണ് പറയണത്, ഈ പറഞ്ഞ പോലെ തന്നെ പാരന്റ്സ് ഇങ്ങനെ എന്താ പറയണ ടീച്ചർമാർക്ക് ഇവരെ കുറിച്ച് നല്ല എന്താ പറയണ കുട്ടികളെ കുറിച്ച് ഒന്നും അറിയാൻ പറ്റില്ല. അപ്പൊ പാരന്റ്സ് വേണം പാരന്റ്സിനോട് നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാനൊക്കെ പറയുകയും പേഴ്സണലായിട്ട് അവരെ വിളിച്ച് ഇങ്ങനെ വീട്ടിൽ പിന്നോട്ട് നിൽക്കുന്ന കുട്ടികളെയൊക്കെ വിളിച്ചിട്ട് പാരന്റ്സ് വിളിച്ചിട്ട് സംസാരിച്ച് അവരുടെ ഉന്നമനത്തിനായിട്ട് ടീച്ചേഴ്സ് മാതാപിതാക്കളുമായിട്ട് നല്ല ഒരു ഇന്ററാക്ഷൻ വെക്കണം. പിന്നെ ഇവര് എന്താണ് പിന്നെ ഇതാണ് ഇതില് വലിയ ഇതായിട്ട് പറയാനൊന്നും ഇല്ല. പിന്നെ നല്ല ഇന്ററാക്ഷൻ വേണം. പിന്നെ ടീച്ചർമാര് പാരന്റ്സിനോട് അത് ഹാഷായിട്ടൊന്നും സംസാരിക്കാൻ പാടില്ല. എന്താണ് അങ്ങനെ ടീച്ചർമാരെ പിള്ളേരെ എപ്പോഴും പഠിക്കാത്ത പിള്ളേരൊക്കെ ആകുമ്പോഴത്തേക്കും പാരന്റ്സ് പറയും എല്ലാവരും സ്വന്തം കുട്ടികളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അവർ ഓരോ പാരന്റ്സും സംസാരിക്കുള്ളൂ. അപ്പൊ ടീച്ചർമാർക്ക് ചിലപ്പം അവർ ചെയ്യണില്ല പിടിക്കണില്ല, പാരന്റ്സിന് അത് ഉൾക്കൊള്ളാനായിട്ട് ഭയങ്കര നമ്മുടെ മോൻ ഫസ്റ്റ് ആയിരിക്കണം, എല്ലാത്തിലും മുന്നിട്ട് നിൽക്കണം എന്നുള്ള ആ ഒരു ചിന്താഗതിക്കാരാണല്ലോ. അപ്പൊ ടീച്ചേഴ്സ് ഇവരെ ഓരോ കാര്യങ്ങളും പറഞ്ഞൊക്കെ കൊടുക്കുമ്പോൾ ചില പാരന്റ്സിന് അത് അത്ര ഇതാവൂല. അപ്പോഴത്തേക്കും അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുക. അപ്പൊ ആ സമയത്ത് ടീച്ചർമാർക്ക് ഒരിക്കലും ദേഷ്യം വരരുത്. ടീച്ചർമാരെ കൺട്രോൾ ചെയ്യണം. പാരന്റ്സ് പറയണ കേട്ട് അവരുടെ ഇതൊക്കെ. എൻ്റെ ഒരു അനുഭവം പറയുന്നുണ്ട്. ഞാൻ എൻ്റെ ഇതിലിപ്പോ പറയാമോന്നറിയില്ല. എൻ്റെ മോള് ഇതുപോലെ തന്നെ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ളതാണ് എൻ്റെ മോള്. അപ്പത്തേക്കും അവൾക്കാണെങ്കിൽ പരിപാടിക്കൊക്കെ പങ്കെടുക്കണം. അപ്പൊ അങ്ങനെ വരുന്നപ്പോഴത്തേക്കും മോൾക്ക് സാൻസ്ക്രിറ്റില് എല്ലാ ഐറ്റംസിനും അവളെ ചേർത്ത്. അവൾക്കാണെങ്കിൽ ഇംഗ്ലീഷ് ഭയങ്കര ഇഷ്ടമാണ്. ഇംഗ്ലീഷ് ടീച്ചർമാരെല്ലാരും ഇഷ്ടമാണ്. അപ്പൊ എല്ലാരും ഇഷ്ടമാണ്. അപ്പൊ അവൾക്ക് വേറൊരു ഐറ്റം കൂടി ചേരണം എന്ന് പറഞ്ഞപ്പോ ഈ ടീച്ചറിനോട് പറഞ്ഞപ്പോഴത്തേക്കും ആ ടീച്ചർക്ക് അവളെ അതിൽ നിന്ന് പൂർണ്ണമായി സാൻസ്ക്രിറ്റ് പ്രോഗ്രാമിൽ നിന്ന് പൂർണ്ണമായി അവളെ മാറ്റി എന്താ പറയുക, പിന്നെ മുതൽ ആ ടീച്ചർക്ക് അവളോട് മിണ്ടണില്ല, കൊച്ചിനോട് മിണ്ടാണ്ടായി, പിന്നെ എന്നോട് മിണ്ടാണ്ടായി. അങ്ങനെയൊക്കെ ആ സ്കൂളിൽ തന്നെ തുടരാനായിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നമുക്ക് ആ സമയത്ത് പിള്ളേരുടെ മാനസികാവസ്ഥ ആ സമയത്ത് ടീച്ചർമാർ അത് ശ്രദ്ധിക്കണം. ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുട്ടികളുടെ എന്തുണ്ടെങ്കിലും പറയാന്നൊക്കെ പറയെങ്കിലും ചില ടീച്ചേഴ്സ് എന്താ പറയണത്, അങ്ങനെ പറഞ്ഞാൽ അതിനങ്ങനെ എന്താ പറയുക കുട്ടികളുടെ വിഷമം പറയണം, പാരന്റ്സ് പറയണം എന്നൊക്കെ പറയും, എന്തുണ്ടെങ്കിലും പറയും. പക്ഷെ ചില ടീച്ചേഴ്സ്മാരെ അത് നല്ല രീതിയിൽ അക്സെപ്റ്റ് ചെയ്യൂല. അങ്ങനെ കുറെ നാൾ ഇപ്പോഴും ആ ടീച്ചർ ഭയങ്കര ഒരു ദേഷ്യത്തിൽ, പക്ഷെ ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചറായിരുന്നു മോൾക്ക് അത്. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോഴത്തേക്ക് ഇപ്പോഴും ടീച്ചറിനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ടീച്ചർ ഒരിക്കലും ടീച്ചർമാർ അങ്ങനെ ആവരുത് പിള്ളേർ. പിന്നെ എന്താണ് ഇത്ര എനിക്ക് പറയാനുള്ളൂ. പാരന്റ്സ് പറയുമ്പോഴത്തേക്കും ടീച്ചേഴ്സ് അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിക്കാനായിട്ട്. കൂടുതലൊന്നും പറയാനില്ല ഇതില്.
പല ടീച്ചേഴ്സ്മാര് എന്ന് പറയുമ്പോഴത്തേക്കും നല്ല രീതിയിൽ കുട്ടികളെ സപ്പോർട്ട് ചെയ്യണം. അവരുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഈ സ്കൂളുകളിൽ നിന്നാണ്. അപ്പത്തേക്കും ഒരു ടീച്ചർ കാരണം ഒരു കൊച്ച് ആ സബ്ജക്റ്റ് തന്നെ പഠിക്കാണ്ടായി പോകും. മനസ്സിലായി? ആ സബ്ജക്റ്റ് ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആയിരിക്കും. ടീച്ചർമാരോടുള്ള ദേഷ്യം കാരണം അവർ ആ സബ്ജക്റ്റ് തന്നെ ഇതായി പോകും. പിന്നെ ആ സ്കൂളിൽ അവർ നിൽക്കുമ്പോഴത്തേക്കും ആ കുട്ടികൾക്ക് ഭയങ്കര മാനസികമായിട്ട് ഇപ്പൊ ഞാൻ എന്റെ ഇളയ മോൾ അവിടെ പഠിക്കുന്നുണ്ട്. ഇപ്പം മൂത്ത മോൾ പഠിച്ചു കഴിഞ്ഞു. പക്ഷെ നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പാരന്റ്സിനും കുട്ടിക്കും അറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് മാറ്റിയില്ല എന്റെ മോളെ. എന്ന് വെച്ചാൽ എന്റെ മോള് ഞാനാണെങ്കിലും മോളാണെങ്കിലും ഉള്ള കാര്യമല്ല പറഞ്ഞു. പിന്നെ ടീച്ചർ അവിടെ കിടന്ന് കാണിക്കണമെങ്കിൽ കാണിക്കട്ടെ. ഞാനപ്പോ പറഞ്ഞു മോള് നല്ലോണം പഠിക്കും. ആ സബ്ജക്റ്റ് അവർക്ക് പിന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ട വിഷയമായിരുന്നെങ്കിലും പിന്നെ അത് പഠിക്കാനൊക്കെ ഞാൻ പറഞ്ഞു മോള് അങ്ങനെ കാണിക്കേണ്ട. ഇത് കഴിയുമ്പോ വേറെ സ്ഥലത്ത് പോകുമ്പോൾ വേറെ ടീച്ചർ ആയിരിക്കുമല്ലോ. ഓരോരുത്തരുടെ ഇതാണ്. പക്ഷെ അങ്ങനെയൊക്കെ വരുമ്പോ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ടീച്ചർമാർ അങ്ങനെ കാണിക്കുമ്പോൾ കുട്ടികൾക്ക് അത് ഭയങ്കര അപ്പൊ കുട്ടികളോട് ടീച്ചർമാര് പെരുമാറുന്ന നല്ല രീതി അത് കണ്ടല്ലോ അവർക്ക്. അപ്പൊ അത് കാണുമ്പോഴത്തേക്കും കുട്ടികള് രണ്ട് മൈൻഡ് ആവും. ചില കുട്ടികൾ നെഗറ്റീവായിട്ട് പോകാനും അതൊരു ഇതാണ്. പക്ഷെ ഞാൻ സപ്പോർട്ടായിട്ട് നിൽക്കണോണ്ട് മോൾക്ക് ഞാൻ സപ്പോർട്ടായിട്ട് നിന്നോണ്ട് അവൾ അത്ര ഇതാക്കിയില്ല. എന്നാലും ഞാൻ ഓരോ കാര്യങ്ങൾക്ക് അവളെ ഓരോരോ കാര്യങ്ങൾ ഈ ടീച്ചറിന്റെ അടുത്ത് തന്നെ അടുത്ത പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഞാൻ ചേർത്ത് വിടും. അങ്ങനെ ടീച്ചർ അവിടെ കിടന്ന് കാണിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടേ കിടന്ന് കാണിക്കട്ടെ എന്ന് വെച്ചിട്ട് പിള്ളേരോട് അങ്ങനെ. പിന്നെ ഇതില് ഞാൻ ചോദ്യം ചോദിക്കട്ടെ. മഞ്ജു, എന്റെ ഒരു എക്സ്പീരിയൻസ് പറയട്ടെടാ. പറഞ്ഞോളൂ. മോനെ പണ്ട് LKG ആള് സിംഗിൾ ഡാൻസിന് ഫസ്റ്റ് ഒക്കെ വാങ്ങിയ ആളായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ സെക്കൻഡ് UKG എത്തിയപ്പോ മിസ് പറഞ്ഞു ഏതെങ്കിലും ഒരു ഐറ്റത്തിന് ചേർന്നോളൂ. പിന്നെ അപ്പൊ ഞാൻ വിചാരിച്ചു കുട്ടികളല്ലേ കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തോട്ടെ വെച്ചിട്ട് ഞാൻ സിംഗിൾ ഡാൻസും പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു. ഞാൻ വിചാരിച്ചു ടീച്ചർ അപ്പൊ ഗ്രൂപ്പ് ഐറ്റത്തിന് എല്ലാ കുട്ടികളെയും ഇൻവോൾവ് ചെയ്തു. മോൻ സിംഗിൾ ഐറ്റത്തിന് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മോനെ മാത്രം ഒഴിവാക്കി. അപ്പൊ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും ഗ്രൂപ്പ് ഐറ്റത്തിനുണ്ട്, മോൻ മാത്രം സിംഗിൾ അവതരിപ്പിക്കുന്നല്ലോ എന്നുള്ളൊരു ആ ഒരു കൺസെപ്റ്റിൽ ടീച്ചർ അവനെ ഗ്രൂപ്പിൽ ആഡ് ചെയ്തില്ല. അപ്പോൾ എല്ലാ കുട്ടികളും പ്രാക്ടീസിന്റെ സമയത്ത് പോകുമ്പോൾ മോൻ മാത്രം അവിടെ ഒറ്റപ്പെട്ട് അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പൊ എന്നിട്ട് അവൻ ഫസ്റ്റ് LKG ഫസ്റ്റ് വാങ്ങിയ ആള് പിന്നെ UKG മറ്റേ സിംഗിൾ ഡാൻസ് അവതരിപ്പിച്ചപ്പോൾ അവിടെ തന്നെ നിൽക്കുമായിരുന്നു. കുട്ടിക്ക് കളിക്കാനുള്ള കോൺഫിഡൻസ് പോയി. ആ കളിയോടുള്ള ഇൻട്രസ്റ്റ് തന്നെ പോയി. മീൻസ് മറ്റുള്ള കുട്ടികളോടൊപ്പം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു വിഷമം. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല, മോൻ കൂടുതൽ ഐറ്റത്തിലായിക്കോട്ടെ, ഗ്രൂപ്പിലും ആയിക്കോട്ടെ സിംഗിളും ആയിക്കോട്ടെ എന്നുള്ളൊരു ഇതില് അങ്ങനെ ചെയ്തപ്പോഴേക്കും ടീച്ചർ മാറ്റി നിർത്തിയപ്പോൾ അത് വല്ലാത്തൊരു കുട്ടിയുടെ മാനസികാവസ്ഥ തന്നെ അത് ബാധിച്ചു. അപ്പോൾ ടീച്ചേഴ്സ് ഇങ്ങനെ കണ്ടക്ട് ചെയ്യുമ്പോൾ കുട്ടികളെ നല്ലോണം ശ്രദ്ധിക്കണം, കുട്ടികളുടെ മാനസികാവസ്ഥയും കൂടിയിട്ട്. അതാ പറയുന്നത്. അത് ശരിയാണ്. ഞാനിപ്പോ ഈ പഠിക്കുന്ന സ്കൂളിൽ തന്നെ ഇപ്പൊ ഞാൻ PTA-യിലുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനുള്ളത് കാര്യങ്ങൾ നമുക്ക് അവതരിപ്പിക്കാമല്ലോ. പാരന്റ്സ് ടീച്ചേഴ്സ് മീറ്റിംഗ് ആണല്ലോ. അപ്പൊ ഞാൻ പറയാനുള്ളതൊക്കെ പറയും. ഇപ്പൊ പ്രസീത പറഞ്ഞ പോലെ തന്നെ എന്റെ മൂത്ത മോൾ എല്ലാത്തിനും പങ്കെടുക്കണം. അപ്പൊ ഇതുപോലെ പല കാര്യങ്ങൾക്കും അവര് പിന്നെ അതുപോലെ തന്നെ ഓരോ സ്കൂളുകൾ കാസ്റ്റ് നോക്കിയിട്ട് പഠിച്ച് മാർക്ക് എഴുതിയാലും പരിപാടി നടത്തുമ്പോൾ സമ്മാനം കൊടുക്കണത് അവര് കാസ്റ്റ് നോക്കിയിട്ട് സമ്മാനം കൊടുക്കത്തുള്ളൂ. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് ആ സ്കൂളിനെ കുറിച്ച് നല്ല പറയാൻ തോന്നില്ല. പുറത്ത് നല്ല അഭിപ്രായം ഉണ്ടാവില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മൂത്ത മോളെ ഞാൻ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ വിടുമായിരുന്നു. പക്ഷെ ഇങ്ങനെ കിടന്ന് കാണിച്ചുകൊണ്ട് ഇപ്പൊ ഇളയ മോളെ അവക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർന്നാൽ മതി. ഞാനായിട്ട് നിർബന്ധിച്ച് ഒന്നിനും ചേർക്കണില്ല. മറ്റത് അങ്ങനെയല്ല, എന്തുണ്ടെങ്കിലും എല്ലാത്തിനും അവളെ ഇങ്ങനെ നല്ല രണ്ടുപേരും ആക്റ്റീവ്. അപ്പൊ അങ്ങനെ ചേർത്ത്. പക്ഷെ അതിങ്ങനെ വിഷമങ്ങൾ സൃഷ്ടിക്കുമ്പോഴത്തേക്കും കുട്ടികൾക്ക് അത് ഭയങ്കര മാനസികമായിട്ട് പ്രശ്നമാവില്ല. അപ്പൊ ഞാൻ ഇഷ്ടമുണ്ടെങ്കിൽ ചേരുക. അങ്ങനെ ഇളയ മോളെ ഇപ്പൊ അങ്ങനെയാണ്, അവൾക്ക് എന്താണോ ഇഷ്ടം അതുപോലെ. മൂത്ത മോളെ നമുക്ക് എന്താ പറയുക, നമുക്ക് ആദ്യത്തെ മോള് ഒരു എക്സ്പീരിയൻസ് ആണ് പാരന്റ്സ് എന്നുള്ള രീതിയിൽ. രണ്ടാമത്തെ കുട്ടി ഞാൻ നിർബന്ധിക്കാറില്ല, അവൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാറുള്ളൂ. അങ്ങനെയാണ് സ്കൂളിൽ ചെയ്യുന്നത്. പക്ഷെ സ്കൂളുകളിൽ അങ്ങനെ കാണിക്കാൻ പാടില്ല. ഈ കാസ്റ്റ് നോക്കി സമ്മാനം കൊടുക്കല് അങ്ങനെ അതൊക്കെ ഭയങ്കര ഇതാണ് പരിപാടിയിൽ. അതൊക്കെ എന്താ വെച്ചാൽ നല്ലോണം കളിച്ചിട്ട് അതൊക്കെ നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. പെർഫോം ചെയ്യുമ്പോ എല്ലാരും പറയും ആ മോൾക്കായിരിക്കും ഫസ്റ്റ് എന്ന് പറയും. പക്ഷെ ഇവര് സമ്മാനം കൊടുക്കുക അതൊക്കെ പിള്ളേരെ താഴ്ത്തി പരിപാടിയിൽ നിന്ന് പങ്കെടുപ്പിക്കാനും എല്ലാത്തിനും ഓരോ ഇത് കാണിക്കും. ചോദ്യം ചോദിക്കട്ടെ, വേറെ ആർക്കെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടാ? ഇങ്ങനെ പല സ്കൂളിലും നടക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ മാറ്റാനായിട്ട് ഇപ്പൊ ഞാൻ എന്റെ മോളോട് പറഞ്ഞേക്കണം, മോള് വലുതായിട്ട് വരുമ്പോഴത്തേക്കും ഈ ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ നടത്തുമ്പോ അതൊക്കെ എതിർക്കാനൊക്കെ നോക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ വളർത്തിക്കൊണ്ട് വേണ്ടത്. ചോദ്യം ചോദിക്കട്ടെ. വാട്ട് ഈസ് കൊളാബറേഷൻ? മലയാളത്തിൽ പറഞ്ഞാലും മതിയേ.
സഹകരണം. സഹകരണം, കൂട്ടായ്മ. സ്കൂളുകളിലാണെങ്കിൽ കൊളാബറേഷൻ എങ്ങനെയാണ് നടത്തേണ്ടത്? ആരൊക്കെ തമ്മിലാണ്? പേരൻസും ടീച്ചേഴ്സും. പിന്നെ സാമൂഹികമായിട്ട് വർക്ക് ചെയ്യണ അവരുണ്ടല്ലോ ഓരോ സ്ഥലങ്ങളിൽ, അവരെ കൂടി ഇൻവോൾവ് ചെയ്യിച്ചാലാണ് നമുക്ക് കുട്ടികൾക്ക് കൂടുതൽ ഇപ്പൊ പുറത്തുനിന്നുള്ള സപ്പോർട്ട് എന്തെങ്കിലും പരിപാടിയൊക്കെ വരുമ്പോഴത്തേക്കും അവർക്ക് അതും കൂടി ഉണ്ട് കേട്ടോ. സാമൂഹികമായി അവര് പുറത്തും ഇടപെടാൻ പഠിക്കും. എപ്പോഴും ഈ ക്ലാസ് റൂമിൽ ഇരുന്ന് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒന്നും അറിയത്തില്ല. ഓരോരോ കാര്യങ്ങൾ വരുമ്പോ അവരെ ഓരോ കാര്യത്തിന് വേണ്ടി പൊതുവായ കാര്യങ്ങൾക്കും കൂടി കുട്ടികളെ പങ്കെടുപ്പിക്കാനായിട്ട് സ്കൂളിൽ നിന്ന് ശ്രമിക്കണം. കൃഷിയുടെ ആണെങ്കിലും അതൊക്കെ വരുമ്പോഴത്തേക്കും ഓരോ മുനിസിപ്പാലിറ്റി പഞ്ചായത്തിലൊക്കെ ഓരോരോ സ്കൂളുകൾക്ക് ഓരോന്ന് ചെയ്യുന്നുണ്ട്. അപ്പത്തേക്കും അവരെ ഇൻവോൾവ് ചെയ്ത കുട്ടികൾക്കുള്ള ഗെയിമിനുള്ള ഐറ്റംസ് ഒക്കെ അവര് സ്പോൺസർ ചെയ്യും. പിന്നെ കൂടാതെ ഇതുപോലെ തന്നെ ചെടികളൊക്കെ ആണെങ്കിലും അവര് തരുവൊക്കെ ചെയ്യും. പിന്നെ കീസ് ഓഫ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ വിത്ത് പാരന്റ്സ് ആൻഡ് ഫാമിലി, മാതാപിതാക്കളും കുടുംബാംഗങ്ങളും ഫലപ്രദമായി ഈ ആശയവിനിമയത്തിനുള്ള വഴികൾ എന്തൊക്കെയാണ്, എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഇവര് കുട്ടികളും ടീച്ചർമാർ ഈ പിള്ളേരായിട്ട് പിള്ളേരുടെ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ആരുമായിട്ടാണ് ഇതാക്കേണ്ടത്? കൂടുതലും കുട്ടികളോട് സംസാരിച്ചാൽ മതിയോ? ടീച്ചറോട്, പേരൻസിനോട് സംസാരിക്കണം. ഓരോ പാരന്റ്സ്, ഓരോ കുട്ടികളും വ്യത്യസ്ത രീതിയിലുള്ള കുട്ടികളാണ്, വ്യത്യസ്ത കുടുംബാന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന കുട്ടികളാണ് അല്ലെ. ഒരു കൊച്ചു ഒരു ബാഡ് വേർഡ് പറഞ്ഞാൽ ആ കൊച്ചിന്റെ വീട്ടിൽ അത് ഉണ്ടാവില്ല. ചിലപ്പോൾ ടി വിയിൽ കണ്ടിട്ട് ആ കൊച്ചു ബാഡ് വേർഡ്സ് പറയുന്ന കുട്ടികൾ ഉണ്ടാവും. അപ്പത്തേക്കും നമ്മള് കുട്ടിയുടെ പാരന്റ്സിനെയും കുട്ടീനെയും എന്താ പറയുക ശിക്ഷിക്കാനല്ല നോക്കണ്ടേ, എവിടെ നിന്ന് ആ കുട്ടി അത് പഠിച്ചു, അതൊക്കെ അത് അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഇല്ലാണ്ടാക്കാനായിട്ട് ശ്രമിക്കണം. താങ്ക് യു. എന്റെ ടോപ്പിക്ക് കഴിഞ്ഞു. എല്ലാവർക്കും മനസ്സിലായില്ലേ കൊളാബറേഷൻ എന്താ? ക്ലിയർ ആയ ടോപ്പിക് കൊളാബറേഷൻ ആൻഡ് കീ ടു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ വിത്ത് പാരന്റ്സ് ആൻഡ് ഫാമിലീസ്. ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഓക്കെ ഓക്കെ മഞ്ജു. ഈ നെക്സ്റ്റ് ആരാ? ഞാനാണ് മിസ് അനുപ്രിയ. ഫ്രീ അല്ലേ? ഓക്കെ സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. മിസ്, എനിക്ക് മൂത്ത മോളുടെ ഒരു കാര്യത്തിന് വേണ്ടി സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പോകണം. അപ്പൊ ഞാൻ ക്ലാസ് കേട്ടോളാം കേട്ടോ. ഓക്കെ മിസ്, താങ്ക് യു. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ മാം ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഞാനും കൊളാബറേഷനും അത് സ്കൂളിൽ എങ്ങനെയാണ് അതിന്റെ പങ്കും എന്നാണ് ഞാൻ ക്ലാസ് എടുക്കാൻ പോണത്. ഓക്കെ, അതിന് മുന്നേ നമുക്ക് കൊളാബറേഷൻ എന്താണെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം. കൊളാബറേഷൻ എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് തന്നെ സഹകരണം എന്നാണ്. Okay, collaboration is the process in which two or more individuals or groups work together to complete tasks, solve problems or achieve common objectives. എന്താണ് കൊളാബറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടോ അതിലധികമോ വ്യക്തികളോ അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികൾ ഇവര് തമ്മിൽ ഒരു കോമൺ ഗോൾ അച്ചീവ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഒരുമിച്ചിരുന്ന് വർക്ക് ചെയ്യുന്ന പ്രവൃത്തിനെയാണ് നമ്മൾ സഹകരിച്ചിരുന്ന് വർക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ കൊളാബറേഷൻ എന്ന് പറഞ്ഞത്. ഇൻ സ്കൂൾസ് കൊളാബറേഷൻ എൻകറേജസ് ടീം വർക്ക്, അണ്ടർസ്റ്റാൻഡിങ്, മ്യൂച്വൽ റെസ്പെക്ട് ആൻഡ് ഷെയർഡ് റെസ്പോൺസിബിലിറ്റി. അതായത് സ്കൂളിൽ എന്താണ് കൊളാബറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് വർക്ക് ചെയ്യാനും അതേമാതിരി എല്ലാവരും പരസ്പരമായിട്ട് മനസ്സിലാക്കാനും പരസ്പര ബഹുമാനം വർദ്ധിക്കാനും അതേമാതിരി ഒരാളിൽ തന്നെ റെസ്പോൺസിബിലിറ്റീസ് ഒതുങ്ങാതെ എല്ലാവരിലേക്കും എത്തിക്കാനും റെസ്പോൺസിബിലിറ്റി ഒക്കെ ഷെയർ ചെയ്യാനും നമ്മൾ സ്കൂളിലെ കൊളാബറേഷൻ എൻകറേജ് ചെയ്യുന്നുണ്ട്, പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്താണ് കൊളാബറേഷൻ? കൊളാബറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടോ അതിലധികമോ വ്യക്തികളോ അല്ലെങ്കിൽ ഗ്രൂപ്പോ ചേർന്ന് ഒരു ടാസ്കോ അല്ലെങ്കിൽ എന്താണ് പ്രോബ്ലംസോ അതൊക്കെ സോൾവ് ചെയ്യാനും ഒരു ഗോൾ അച്ചീവ് ചെയ്യാനും വേണ്ടി പ്രവർത്തിക്കുന്നതിനെയാണ് നമ്മൾ കൊളാബറേഷൻ, ആ സഹകരണത്തിനെയാണ് നമ്മൾ കൊളാബറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആരൊക്കെ തമ്മിലായിരിക്കും കൊളാബറേഷൻ സംഭവിക്കാമെന്ന് നമുക്ക് നോക്കാം അല്ലെ. ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്. ഒരു സ്കൂളിൽ ടീച്ചേഴ്സും സ്റ്റുഡൻസും തമ്മിൽ നല്ലൊരു സഹകരണം ഉണ്ടാവണം. എന്നാലേ ആ ക്ലാസ് നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അവരെ സഹകരണം ഉണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ നമുക്ക് ആവശ്യമാണ് ടീച്ചേഴ്സും പാരന്റ്സും തമ്മിൽ. ഇപ്പൊ എന്താണ് പാരന്റ്സും ടീച്ചേഴ്സും തമ്മിൽ നല്ലൊരു കണക്ഷനും കമ്മ്യൂണിക്കേഷനും ഉണ്ടാവണം. എന്നാലേ കുട്ടികൾക്കും നല്ല രീതിയിൽ അവിടെ പഠിക്കാൻ സാധിക്കുള്ളൂ.
പിന്നെ സ്കൂൾസ് ആൻഡ് കമ്മ്യൂണിറ്റീസ്. ഇപ്പൊ ഒരു സ്കൂള് എവിടെയാണോ സ്ഥിതി ചെയ്യുന്നത് അവിടെയുള്ള കമ്മ്യൂണിറ്റീസ് ആയിട്ട് ഒരു സഹകരണം ഉണ്ടാവും. നമുക്ക് നമ്മുടെ അയൽവക്കക്കാരായിരിക്കും കൂടുതലായിട്ട് സഹകരിക്കുക അല്ലെ. അതേപോലെ തന്നെ ഒരു സ്കൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അടുത്തുള്ള സമൂഹവും അവരായിട്ട് നല്ലൊരു അടുപ്പുണ്ടാവണം. എന്തെങ്കിലും ഒരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റീസ് ആയിരിക്കും, പാരന്റ്സ് തന്നെ ആയിരിക്കും അവിടുത്തെ കമ്മ്യൂണിറ്റിയിൽ വന്നാലും ആ സമൂഹം ഒത്തൊരുമിച്ച് സ്കൂളും ഒത്തൊരുമിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. അവരും നല്ലൊരു സഹകരണം ഉണ്ടാവണം അവിടെ. പിന്നെ സ്റ്റുഡൻസ് ആൻഡ് ക്ലാസ്മേറ്റ്സ്, അതായത് എന്താ, ഒരു ക്ലാസ്സിൽ കുട്ടികൾ ആ ഫ്രണ്ട്സ് തമ്മിൽ നല്ലൊരു സഹകരണം ഉണ്ടാവണം ഇല്ലേ, എന്നാല് അതും ഒരു ക്ലാസ് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇപ്പൊ എന്താണ് ഈ കൊളാബറേഷന്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംപ്രൂവ് ദ എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസ് ആൻഡ് സപ്പോർട്ട് ദ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ. അതായത് കുട്ടികളിലെ എഡ്യൂക്കേഷൻ പഠനാന്തരീക്ഷം വർദ്ധിപ്പിക്കാനും അത് നല്ല രീതിയിൽ കൊണ്ടുപോകാനും അതേമാതിരി കുട്ടികളിലെ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ്, അതായത് കുട്ടികളുടെ സമഗ്രമായ വികസനം ഇംപ്രൂവ് ചെയ്യാനാണ് നമ്മൾ കൊളാബറേഷൻ, സഹകരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത പോയിന്റ് ആണ്, അടുത്ത ടോപ്പിക് ആണ് എന്റെ എന്താന്ന് വെച്ചാൽ റോൾ ഓഫ് ദ സ്കൂൾ ഇൻ കൊളാബറേഷൻ. സ്കൂളിന്റെ പങ്ക് എന്താണ്, സഹകരണത്തിൽ സ്കൂളിന്റെ പങ്ക് എന്താണ് എന്നുള്ളത് പഠിക്കാം. അപ്പൊ നമുക്ക് കൊളാബറേഷൻ മനസ്സിലായില്ല എന്താന്നുള്ളത്. നെക്സ്റ്റ് പോയിന്റിലേക്ക് പോവാം അല്ലെ. Schools play a major role in creating and maintaining collaborations. School must take the lead in building positive relationships with families and the community. എന്താ ഇവിടെ പറയണത്, മേജർ റോൾ. ഇപ്പോ ഒരു എന്താ സ്കൂള് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സഹകരണം ഉണ്ടാക്കാനും അത് നിലനിർത്തി കൊണ്ടുപോകാനും നല്ലൊരു പ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കുന്നത് സ്കൂളാണ്. സ്കൂൾ എന്താണ്, ഫാമിലീസും കമ്മ്യൂണിറ്റീസുമായിട്ട് എന്താണ് നല്ലൊരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനായിട്ട് നേതൃത്വം നൽകുന്നു. അപ്പൊ അതിൽ എന്തൊക്കെയാണ് സ്കൂളിന്റെ സഹകരണം, സ്കൂളിന്റെ ഭാഗത്തു നിന്നുള്ള സഹകരണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ക്രിയേറ്റിംഗ് എ വെൽക്കമിങ് എൻവയോൺമെന്റ്. നമ്മുടെ കുട്ടികളൊക്കെ ഇപ്പൊ കഴിഞ്ഞ ദിവസം സ്കൂളിലൊക്കെ പോയിട്ട് സ്കൂളിലൊക്കെ പ്രവേശനോത്സവം ഇതൊക്കെ കഴിഞ്ഞിരിക്കുകയായിരിക്കും അല്ലെ. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും അവിടുത്തെ എങ്ങനെയായിരിക്കും ആ ഒരു സ്കൂളിന്റെ വെൽക്കമിങ് എൻവയോൺമെന്റ് എന്ന്. ഇപ്പൊ എന്താ നല്ലൊരു വെൽക്കം ചെയ്യണം. ഇപ്പൊ സ്കൂളുകളിൽ നമ്മുടെ പണ്ട് കാലത്തൊക്കെ എങ്ങനെയായിരുന്നു, അരങ്ങുകളും ഇതൊക്കെ ഉണ്ടായി, ബലൂൺസും ഇതൊക്കെ കെട്ടിയിട്ട് നമ്മളെയും വെൽക്കം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ഇപ്പൊ നാളെ കുറെ പേര് സ്റ്റാറ്റസ് ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റി. എന്താ കുറെ കാർട്ടൂൺ ക്യാരക്ടേഴ്സിനെയും അതേപോലെ തന്നെ എന്താ ഓരോ ഫ്രെയിമുകൾ വെക്കുന്നുണ്ട്. ഫസ്റ്റ് ഡേ സ്കൂളിലേക്കൊക്കെ ഉള്ള കുട്ടികൾക്ക് വേണ്ടി ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള ഫ്രെയിംസ് ഒക്കെ വെക്കുന്നുണ്ട് അല്ലെ. അപ്പൊ നല്ലൊരു വെൽക്കമിങ് എൻവയോൺമെന്റ് ആണ് ഇപ്പൊ സ്കൂൾ പ്രൊവൈഡ് ചെയ്യണത്. അപ്പൊ നമുക്ക് ആ എൻവയോൺമെന്റ് കാണുമ്പോൾ കുട്ടികൾ കുറെ കരച്ചിൽ ഇതൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ കാണുമ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുന്നുണ്ട് സ്കൂളിലേക്ക് പോകാനായിട്ട്. ഇപ്പൊ എന്താ, സ്കൂൾസ് ഷുഡ് ക്രിയേറ്റ് എ ഫ്രണ്ട്ലി ആൻഡ് വെൽക്കമിങ് അറ്റ്മോസ്ഫിയർ ഫോർ സ്റ്റുഡൻസ് ആൻഡ് ഫാമിലീസ്. Friendly signs in different languages and respectful communication help families feel comfortable. ഇപ്പൊ എന്താണ് സ്കൂൾ ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു ഫ്രണ്ട്ലി ആയിട്ട് സൗഹാർദ്ദപരവും അതേമാതിരി നല്ലൊരു സ്വീകരിക്കാനുള്ള ഒരു അന്തരീക്ഷവും സ്കൂള് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആർക്ക് വേണ്ടിയിട്ടാണത്, നമ്മുടെ കുട്ടികൾക്കും അവരുടെ ഫാമിലീസിനും വേണ്ടിയിട്ട്. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള സൈനും നമ്മ പറഞ്ഞു ഫ്രെയിംസ് ഉണ്ടാക്കുക, കുറെ ഡിഫറെന്റ് ലാംഗ്വേജിൽസ് ഒക്കെ ഉള്ള ബോർഡുകളും ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കുട്ടികളെ ആകർഷിക്കാനായിട്ട്. അതേപോലെ തന്നെ നല്ലൊരു ബഹുമാനത്തോടു കൂടിയാണ് ഫാമിലീസിനോടൊക്കെ അവര് സംസാരിക്കുന്നതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണതും. അപ്പൊ നമുക്ക് എന്താണ് അവിടെ നല്ലൊരു കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് കുട്ടികളെ അവിടെ സ്കൂളിലേക്ക് പറഞ്ഞയക്കാൻ നമുക്ക് തോന്നും. അതെന്താണ്, സ്കൂളിന്റെ സഹകരണമാണത്. മനസ്സിലായില്ലേ. ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു, ക്രിയേറ്റിംഗ് എ വെൽക്കമിങ് എൻവയോൺമെന്റ്. നെക്സ്റ്റ് പോയിന്റിലേക്ക് പോവാം. സെക്കൻഡ്, മെയിൻറ്റെയിനിങ് എ ക്ലീൻ ആൻഡ് സേഫ് എൻവയോൺമെന്റ്. നമുക്ക് എന്താ, കുട്ടികളെ പഠിപ്പിക്കാനായാലും നമുക്ക് അവിടെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യണമെങ്കിലും നല്ലൊരു ക്ലീൻ ആൻഡ് സേഫ് ആയിട്ടുള്ള എൻവയോൺമെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പഠിപ്പിക്കാനായാലും നമുക്ക് പറ്റുള്ളൂ. A clean, safe and well-maintained school environment promotes pride and comfort among students, staff and parents. നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആയിരിക്കണം അല്ലെ സ്കൂളിൽ ഉണ്ടാവുക. എന്നാലല്ലേ നമുക്ക് സ്കൂളിൽ കുട്ടികളൊക്കെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ, ഇഷ്ടം ഉണ്ടാവുള്ളൂ. വൃത്തിയില്ലാത്ത സ്കൂളിൽ നമുക്ക് ഇഷ്ടം ഉണ്ടാവില്ല. അതേപോലെ തന്നെ സേഫ് ആയിരിക്കണം. നമുക്ക് നമ്മുടെ കുട്ടികൾ തന്നെയാണല്ലേ നമുക്ക് നമ്മുടെ ഒരു മോസ്റ്റ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ അവര് അവിടെ സേഫ് ആയിരിക്കണം. അതേമാതിരി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് ഒരു സ്കൂൾ അന്തരീക്ഷം മെയിൻറ്റെയിൻ ചെയ്ത് പോണ ഒരു സ്കൂളും ആയിരിക്കണം കുട്ടികൾക്ക്. അപ്പൊ അവിടെ എന്താണ്, അവിടെ ജോലി ചെയ്യാനും അവിടെ കുട്ടികളെ പഠിപ്പിക്കാനും നമുക്ക് എന്താണ് കംഫർട്ട് ആയിരിക്കും. അതിലുപരി ഒരു അഭിമാനമായിരിക്കും.
എൻ്റെ കുട്ടി എവിടെയാ പഠിക്കണേ, അല്ലെങ്കിൽ ഞാൻ അവിടെയാ ജോലി ചെയ്യണേന്ന് പറയാനായിട്ട് നമുക്കൊരു അഭിമാനം ഉണ്ടാവും. അതും സ്കൂളിന്റെ ഭാഗത്തു നിന്നുള്ള സഹകരണമാണ്. അപ്പൊ എന്താണ്, മെയിൻറ്റെയിനിങ് എ ക്ലീൻ ആൻഡ് സേഫ് എൻവയോൺമെന്റ്. അടുത്ത നെക്സ്റ്റ് പോയിന്റ് ആണ് എൻകറേജിങ് ഫ്രണ്ട്ലി സ്റ്റാഫ് ബിഹേവിയർ. എന്താ, ടീച്ചേഴ്സ് ആൻഡ് സ്കൂൾ സ്റ്റാഫ് ഷുഡ് ബി അപ്രോച്ചബിൾ, റെസ്പെക്ട്ഫുൾ ആൻഡ് സപ്പോർട്ടീവ്. സിമ്പിൾ ഗ്രീറ്റിംഗ്സ്, സ്മൈൽസ് ആൻഡ് പോസിറ്റീവ് ഇന്ററാക്ഷൻസ് ഇംപ്രൂവ് കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ എന്താ, ഇപ്പൊ ഒരു സ്ഥാപനത്തിൽ ഇപ്പൊ ഏതായിക്കോട്ടെ, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഷോപ്പിലേക്കോ, ഇപ്പൊ റെസ്റ്റോറന്റ്, അതേമാതിരി ഇപ്പൊ ഡ്രസ് ഷോപ്പിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുന്ന ഷോപ്പിലായിരിക്കും നമുക്ക് പോകാൻ ഇഷ്ടമുണ്ടാവുക. അല്ലാത്ത ഷോപ്പിലൊക്കെ പോകുമ്പോൾ നമുക്ക് കംഫർട്ട് ഫീൽ ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്തായാലും അവിടെ നിന്ന് പോരും, നമുക്ക് എടുക്കാനൊന്നും പറ്റില്ല. അതേപോലെ നമ്മളാണ് ഇവിടുത്തെ കുട്ടികളും പേരൻസും ആണ് നമ്മ സ്കൂളിലെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് നന്നായിട്ട് ബിഹേവ് ചെയ്യണം. അവരോട് എങ്ങനെ ഇരിക്കണം, റെസ്പെക്ട്ഫുൾ ആയിരിക്കണം, സപ്പോർട്ടീവ് ആയിരിക്കണം, ഫ്രണ്ട്ലി ആയിട്ട് ബിഹേവ് ചെയ്താലേ നമുക്ക് അവിടെ കുട്ടികളെ പഠിപ്പിക്കാൻ നമുക്ക് നല്ല ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും, നല്ലൊരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് ഉണ്ടാവും അവിടെ. അതേപോലെ തന്നെ എന്താണ്, അവർ നന്നായിട്ട് ചിരിച്ച് സംസാരിക്കുക. അപ്പൊ നമ്മൾ ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഗ്രീറ്റിംഗ്സ് ഒക്കെ പറയാം. അപ്പൊ നമുക്കും തിരിച്ച് അവരോട് റെസ്പെക്ട് ഉണ്ടാവുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോണ്ടിസോറി നമ്മുടെ ടീച്ചേഴ്സ് ആണ്. കാരണം ഇപ്പൊ നമ്മളെ ടീച്ചേഴ്സ് ഒക്കെ നല്ല ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് എന്ത്, ഇപ്പൊ ഓരോരുത്തർ ഇപ്പൊ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ ഫ്രണ്ട്ലി ബിഹേവിയർ ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾക്ക് അവരോട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനും അവിടെ നമുക്കൊരു കംഫർട്ട് ഫീൽ ചെയ്തുകൊണ്ടാണ് നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാനും അവരോട് സംസാരിക്കാനൊക്കെ ആയിട്ട് നമുക്ക് അവസരം കിട്ടുന്നുണ്ട്, അവർ അവസരം നൽകണുണ്ട്. അപ്പൊ നമുക്ക് ബെസ്റ്റ് ഒരു എക്സാമ്പിൾ നമ്മുടെ ടീച്ചേഴ്സ് തന്നെയാണ് കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞു എൻകറേജിങ് ഫ്രണ്ട്ലി സ്റ്റാഫ് ബിഹേവിയർ, അവിടെ നല്ലൊരു ഫ്രണ്ട്ലി സ്റ്റാഫ് ബിഹേവിയർ ഉണ്ടാവണം എന്നുള്ളത് ഒരു സ്കൂളിന്റെ ഒരു ഒരു സഹകരണം തന്നെയാണ്. ഇത്രയും മനസ്സിലായില്ലേ? ഇപ്പൊ ക്രിയേറ്റിംഗ് എ വെൽക്കമിങ് എൻവയോൺമെന്റ്, മെയിൻറ്റെയിനിങ് എ ക്ലീൻ ആൻഡ് സേഫ് എൻവയോൺമെന്റ്, എൻകറേജിങ് ഫ്രണ്ട്ലി സ്റ്റാഫ് ബിഹേവിയർ. നെക്സ്റ്റ് പോയിന്റ് ആണ് പ്രൊവൈഡിങ് പേരന്റ് സപ്പോർട്ട് ഏരിയാസ്. നമ്മൾ എന്താണ്, പേരൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഏരിയാസ് ഉണ്ടാവണം. ഇപ്പൊ നമ്മ ഒരു സ്കൂളിലേക്ക് ചെല്ലാണ്, അപ്പൊ നമുക്ക് ഒരു സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് അവിടെ ഇരിക്കാൻ നമുക്കൊരു കംഫർട്ട് ഉണ്ടാവുള്ളൂ. ഇപ്പൊ എന്താണ്, സ്കൂൾസ് ക്യാൻ പ്രൊവൈഡ് പേരന്റ് സെന്റേഴ്സ് ഓർ കംഫർട്ടബിൾ വെയിറ്റിംഗ് ഏരിയാസ് ഫോർ മീറ്റിംഗ്സ്, ഡിസ്കഷൻസ് ആൻഡ് ഫാമിലി സപ്പോർട്ട് പ്രോഗ്രാംസ്. ഇപ്പൊ എന്താ, നമ്മ ഇപ്പൊ ഒരു മീറ്റിങ്ങിന് എന്തിനെങ്കിലും ഒക്കെ ചെല്ലണമെങ്കിൽ നമുക്കൊരു സെപ്പറേറ്റ് വെയിറ്റിംഗ് ഏരിയാസ് ഉണ്ടാവണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ മീറ്റിങ്ങിനൊക്കെ ചെല്ലുകയാണെങ്കിൽ ആ ടൈം കറക്റ്റ് നോക്കി അവരെ വെയിറ്റ് ചെയ്യിപ്പിക്കാതെ, അവരെ ബോറടിപ്പിക്കൽ, അവരെ ബുദ്ധിമുട്ടിപ്പിക്കരുത്. ഇപ്പൊ എന്തെങ്കിലും ഡിസ്കഷൻസ് നടക്കണമെങ്കിൽ അവർക്കും നമ്മുടെ പേരൻസിന് ഒരു അവസരം കൊടുക്കുക. പിന്നെ പേരൻസും എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രോഗ്രാംസ് ഒക്കെ നടത്താം. അപ്പൊ അതും സ്കൂളിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സഹകരണമാണ്. എന്ത്, പ്രൊവൈഡിങ് പേരന്റ് സപ്പോർട്ട് ഏരിയാസ്. നെക്സ്റ്റ് ആണ് ഓർഗനൈസിങ് പേരന്റ് മീറ്റിംഗ്സ്. നമുക്ക് എന്താ, സ്കൂൾസ് ഷുഡ് കണ്ടക്ട് പേരന്റ് ടീച്ചേഴ്സ് മീറ്റിംഗ്സ്, ഓപ്പൺ ഹൗസസ് ആൻഡ് ബാക്ക് ടു സ്കൂൾ പ്രോഗ്രാംസ് ടു ഹെൽപ്പ് ഫാമിലീസ് അണ്ടർസ്റ്റാൻഡ് സ്കൂൾ ആക്ടിവിറ്റീസ് ആൻഡ് കരിക്കുലം. എന്താണ്, കുട്ടികളുടെ സ്കൂളിൽ മീറ്റിംഗ് ഇതൊക്കെ വെക്കുന്നത് എന്തിനാ, നമുക്ക് മനസ്സിലാക്കാൻ. കുട്ടികൾ എന്താ, അവര് നന്നായിട്ട് ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട്, അവര് ഓരോ ആക്ടിവിറ്റിയിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, അവരെങ്ങനെയാണ് പഠിക്കണേന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ പേരൻസ് മീറ്റിംഗ് വെക്കണം. അതേപോലെ ബാക്ക് ടു സ്കൂൾ പരിപാടികൾ വെക്കുമ്പോഴും നമുക്ക് അവരുടെ പാർട്ടിസിപ്പേഷൻ ഒക്കെ നമുക്ക് കാണാം. അതേപോലെ തന്നെ എന്താ, എപ്പോഴും നമുക്ക് കയറി ചെല്ലാനും കുട്ടികളുടെ പ്രവർത്തനങ്ങളൊക്കെ കാണാനും ഒരു സ്കൂൾ അത് നമുക്ക് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ, ഒരു ഓപ്പൺ ചെയ്തിടണമെങ്കിൽ നമുക്ക് അവിടെ എപ്പോഴും ചെല്ലാനും കുട്ടികളെ പ്രവൃത്തി കാണാനും അതൊക്കെ നമുക്ക് അവരുടെ പ്രവർത്തികൾ മനസ്സിലാക്കാൻ, അവരുടെ ആക്ടിവിറ്റീസ് എന്തോരം അവർ ആക്റ്റീവ് ആണെന്ന് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. അടുത്ത നെക്സ്റ്റ് പോയിന്റ് ആണ് ബിൽഡിംഗ് ട്രസ്റ്റ് വിത്ത് ഫാമിലീസ്. ഈ പോയിന്റ്സ് ഒക്കെ മനസ്സിലായില്ലേ? അടുത്ത പോയിന്റ്സ് പറയുകയാണെ, ബിൽഡിംഗ് ട്രസ്റ്റ് വിത്ത് ഫാമിലീസ്. Schools should communicate regularly with parents and involve them in decision-making process related to children's education. സ്കൂൾസ് എന്താണ്, ഇപ്പൊ നമുക്കിപ്പോ ഒരു ഗ്രൂപ്പ്, ഇപ്പൊ മിക്ക സ്കൂളുകളിലും ഇപ്പൊ സോഷ്യൽ മീഡിയാസ് ഒക്കെ ഉണ്ടല്ലോ, ഇപ്പൊ വാട്സപ്പ് ഉണ്ടാവാം, ഗ്രൂപ്പുകൾ ഉണ്ടാവും. അപ്പൊ അതിലൂടെ ഇപ്പൊ വാട്സപ്പ് ഗ്രൂപ്പ് അല്ലെങ്കിൽ സ്കൂളിന്റെ ആപ്പുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പൊ അതിലൂടെ നമുക്ക് കുട്ടികളുടെ പ്രവർത്തനങ്ങൾ അറിയാൻ പറ്റും. അതേപോലെ തന്നെ കുട്ടികളുടെ എന്തെങ്കിലും എഡ്യൂക്കേഷൻ പരമായിട്ടുള്ള എന്തെങ്കിലും ചേഞ്ചസ് എന്തെങ്കിലും വരുത്തുണ്ടെങ്കിൽ അത് നമ്മുടെ പേരൻസിനോട്, ടീച്ചേഴ്സും അവിടുത്തെ അതോറിറ്റീസും, ഇപ്പൊ ആ ഷെയർ ചെയ്യുന്ന അതോറിറ്റീസും ഒക്കെ നമ്മളോട് പറയും, ഇന്ന ചേഞ്ചസ് വരുത്തുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഇപ്പൊ എന്റെ കുട്ടിയുടെ സ്കൂളിൽ നിന്നായാലും ഇപ്പൊ വോട്ടിങ്ങും ഇതൊക്കെ ഉണ്ടാവും.
ഓരോ പേരൻസിന്റെയും അഭിപ്രായങ്ങൾ ഇപ്പൊ ചോദിക്കുന്നുണ്ട്. അപ്പൊ നല്ലൊരു റെഗുലർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം കുട്ടികളുടെ പേരൻസും ടീച്ചേഴ്സും തമ്മിൽ, അല്ലെങ്കിൽ സ്കൂളും തമ്മിൽ. എന്നാലും അവിടെ നമുക്ക് നമ്മുടെ കുട്ടി ഇതൊക്കെ ചെയ്യണം, അവിടെ ഇന്ന മാറ്റങ്ങൾ നമ്മളോടും കൂടി ചോദിക്കണ്ടല്ലോ എന്ന് നമുക്കൊരു വിശ്വാസം, അവിടെ ഒരു വിശ്വാസം ഉടലെടുക്കാണ് ചെയ്യണത്. അപ്പൊ നമുക്കും അവിടെ ഡിസിഷൻ മേക്കിങ്ങിൽ നമുക്കും അവിടെ അതിൽ ഉൾപ്പെടാനായിട്ട് സാധിക്കും. ഇപ്പൊ എന്താണ് ബിൽഡിംഗ് ട്രസ്റ്റ് വിത്ത് ഫാമിലീസ്. നെക്സ്റ്റ് പോയിന്റ് ആണ് സപ്പോർട്ടിങ് ഡൈവേഴ്സിറ്റി ആൻഡ് ഇൻക്ലൂഷൻ. എന്താണ് നമ്മുടെ ഇവിടെ ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഒരേ സ്ഥലത്തു നിന്നോ അല്ലെങ്കിൽ ഒരേ കൾച്ചറിൽ നിന്നോ വരുന്ന കുട്ടികളായിരിക്കില്ല. പല കൾച്ചറിൽ നിന്ന്, പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്, പല സ്ഥലങ്ങളിൽ നിന്നും ഒക്കെ വരുന്ന കുട്ടികളായിരിക്കും ഉണ്ടാവുക. അപ്പൊ അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യണം. ഇപ്പൊ ചിലപ്പോ സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കണം, അങ്ങനെ ഓരോ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ടാവും. അപ്പൊ അവരൊക്കെ സപ്പോർട്ട് ചെയ്യണം. അവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാക്കിയിട്ട് എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട്, ഇപ്പൊ ചിലപ്പോ ഈ പറഞ്ഞ കൂട്ട് പല സ്റ്റേറ്റിൽ നിന്നൊക്കെയുള്ള കുട്ടികളൊക്കെ ഇവിടെ വന്ന് പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പല വിഭാഗത്തിൽ നിന്നുള്ള കുട്ടികളും ഉണ്ട്. ഇപ്പൊ സംസാരിക്കുന്നത് മനസ്സിലാവണില്ല, അവരുടെ ലാംഗ്വേജ് മനസ്സിലാവണില്ല എന്നൊക്കെയുണ്ടെങ്കിൽ എന്താണ് ഒരു ട്രാൻസ്ലേറ്റർ വെക്കുക. അപ്പൊ അവരെയും കൂടി അവരുടെ ഭാഷ മനസ്സിലാക്കി, അവരെ മാറ്റി നിർത്താതെ അവരെ ഇതൊക്കെ മനസ്സിലാക്കി അവരെയും കൂടിയും എല്ലാവരെയും കൂടിയും ഉൾപ്പെടുത്തിയിട്ട് എന്താണ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുക. എല്ലാ ഫാമിലീസും ഈക്വലി പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടെന്ന് ഉറപ്പുവരുത്തുകയും വേണം. എന്താ schools must respect different languages, cultures and backgrounds. Translation support and inclusive programs help all families participate. Schools എന്താണ് ഡിഫറെന്റ് ലാംഗ്വേജും കൾച്ചറും ഉള്ളവരൊക്കെ റെസ്പെക്ട് ചെയ്യും, അവരെല്ലാവരും ഈക്വലി സപ്പോർട്ട് ചെയ്യും, ഈക്വലി ഉൾപ്പെടുത്തി പ്രോഗ്രാംസ് ചെയ്യണം. അതാണ് സപ്പോർട്ടിങ് ഡൈവേഴ്സിറ്റി ആൻഡ് ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സപ്പോർട്ട് ചെയ്യുക, ഡൈവേഴ്സിറ്റി സപ്പോർട്ട് ചെയ്യും, ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രോഗ്രാംസ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ആണ് പ്രൊവൈഡിങ് ലേണിംഗ് റിസോഴ്സസ്. ഇപ്പൊ എന്താ സ്കൂൾസ് ക്യാൻ പ്രൊവൈഡ് ബുക്സ്, ആർട്ടിക്കിൾസ്, എഡ്യൂക്കേഷണൽ വീഡിയോസ് ആൻഡ് ഗൈഡൻസ് മെറ്റീരിയൽസ് റിലേറ്റഡ് ടു ചൈൽഡ് ഡെവലപ്മെന്റ്, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി. അപ്പൊ സ്കൂൾസ് എന്താണ്, ഇപ്പൊ നമുക്കൊരു ലൈബ്രറി ഉണ്ടാവും സ്കൂളിൽ. അപ്പൊ അവിടെ ബുക്സ് ഉണ്ടാവും, ആർട്ടിക്കിൾസ് ഉണ്ടാവും, നമുക്ക് എഡ്യൂക്കേഷൻ പരമായിട്ടുള്ള പല കാര്യങ്ങളും, എഡ്യൂക്കേഷണൽ പരമായിട്ട് എല്ലാ തരത്തിലുള്ള ബുക്സും ഇതൊക്കെ അവിടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. നമുക്ക് അവിടെ ചെന്നിട്ട് വായിക്കാം, എല്ലാത്തിനും സാധിക്കും. അതേപോലെ തന്നെ ഗൈഡൻസ് മെറ്റീരിയൽസ്, കുട്ടികളുടെ ഡെവലപ്മെന്റിനും ഹെൽത്തിനും സേഫ്റ്റിക്കുള്ള ഗൈഡൻസ് മെറ്റീരിയൽസും സ്കൂൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, ഇപ്പൊ നമുക്കൊക്കെ സ്കൂളിൽ പണ്ടൊക്കെ, ഇപ്പൊ ഞാൻ പഠിച്ചിരുന്ന സമയത്തൊക്കെ എന്താണ്, ഇപ്പൊ സ്കൂളില് ഇപ്പൊ നമ്മൾ പഠിക്കണതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ്, സിനിമകളൊക്കെ നമുക്ക് കാണിച്ചു തരാറുണ്ടായിരുന്നു. ഇപ്പോഴും കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കണം. നമ്മൾ വായിക്കുന്നതിനേക്കാളും കൂടുതൽ കണ്ടും കേട്ടും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കും. അത് നമുക്ക് കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കും. അതേപോലെ തന്നെ ഇപ്പൊ കുട്ടികൾക്ക് ഇപ്പം തന്നെയല്ലേ എന്നും, ഇപ്പൊ 10ാം ക്ലാസ് പ്ലസ് 2 ആ സമയമാകുമ്പോൾ നമുക്ക് സ്കൂളിൽ നിന്ന് കരിയർ ഗൈഡൻസ് ക്ലാസ് ഉണ്ടാവും, മോട്ടിവേഷൻ ക്ലാസ് ഉണ്ടാവും. ഇതൊക്കെ എന്താണ്, കുട്ടികൾക്ക് അത് കൊടുക്കുമ്പോൾ അവർക്ക് എന്ത് കരിയർ ചൂസ് ചെയ്യണം, അവർക്ക് മോട്ടിവേഷൻ വരെ എക്സാം ടൈമിൽ ഇതൊക്കെ അവർക്ക് മോട്ടിവേഷൻ ഉണ്ടാവുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ പെൺകുട്ടികൾക്കാണെങ്കിൽ, ടീനേജേഴ്സിനാണെങ്കിൽ കൗമാരപ്രായക്കാർക്ക് ഒരു മീറ്റിംഗ്, പണ്ടൊക്കെ നമുക്കൊരു ക്ലാസ് ഒക്കെ ഉണ്ടാവും അല്ലെ, കുട്ടികളെ എങ്ങനെ വാഷ്റൂം കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ ആ പീരിയഡ്സ്, അങ്ങനത്തെ ഓരോ ക്ലാസ്സുകളൊക്കെ നമുക്ക് തന്നിരുന്നത്. അതൊക്കെ നമുക്ക് നല്ലൊരു യൂസ്ഫുൾ ആയിരുന്നു സ്കൂളിൽ നിന്ന്. അത് സ്കൂളിൽ നിന്ന് തരുമ്പോൾ എന്താണ്, പല ഭാഗത്തു നിന്നുള്ള കുട്ടികളുണ്ടാവും. അപ്പൊ അവർക്ക് കിട്ടുന്ന അറിവ് പല കുട്ടികൾക്കും ഷെയർ ചെയ്യാനും, പല കമ്മ്യൂണിറ്റിയിൽ നിന്നും പല സൊസൈറ്റിയിൽ നിന്നൊക്കെ വരുന്ന ഇതിൽ നിന്നൊക്കെ വരുന്ന കുട്ടികളുണ്ടാവും. അപ്പൊ അവർക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം അവർ പല കുട്ടികളൊക്കെ ആയിട്ട് കളിക്കും, ഇതൊക്കെ ചെയ്യണം. അപ്പൊ അവർക്ക് ഷെയർ ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. അതേപോലെ തന്നെ ഇപ്പൊ കുറെ കുട്ടികൾക്ക് ഇപ്പൊ സ്കൂളിൽ തന്നെ എമർജൻസി സിറ്റുവേഷനിലുള്ള CPR, ചോക്കിംഗ് ഒക്കെ നടത്തുമ്പോഴൊക്കെ എന്തൊക്കെയോ ചെയ്യേണ്ടതെന്ന് ഇപ്പൊ നമ്മ ക്ലാസ്സിൽ തന്നെ പഠിക്കണ്ടായി. അപ്പൊ അതൊക്കെ നമുക്കിപ്പോ ഡെമോ കാണിച്ചു തരുന്നുണ്ട്. ഇപ്പൊ ഫയർ ഫോഴ്സ് അവരൊക്കെ ഇപ്പൊ നമുക്ക് ഓരോരുത്തരും വീഡിയോസിലൊക്കെ കാണാം. കുട്ടികൾക്ക് CPR എങ്ങനെ കൊടുക്കണം, എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ അവരെങ്ങനെ കൈകാര്യം ചെയ്യേണ്ടതെന്നും കൂടിയും സ്കൂളിൽ നിന്ന് പഠിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ലേണിംഗ് റിസോഴ്സസ് തന്നെയാണ് അല്ലെ. അപ്പൊ സ്കൂളിൽ നിന്ന് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അതൊക്കെ നല്ലതായിരിക്കും. പിന്നെ അടുത്ത പോയിന്റ് ആണ് എൻകറേജിങ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ.
Schools should collaborate with local organizations and community members to support student learning and social development. ഇപ്പൊ എന്താ സ്കൂൾ എന്താണ് സോഷ്യൽ ലോക്കൽ ഓർഗനൈസേഷൻ ആയിട്ട് അവിടുത്തെ കമ്മ്യൂണിറ്റി ആയിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാവണം എന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പൊ മിസ് തന്നെ പറഞ്ഞു ഇപ്പൊ പരിസ്ഥിതി തന്നെയാണ്. അപ്പൊ കുറെ പേര് ഓർഗനൈസേഷൻസിൽ നിന്നൊക്കെ കുറെ പേര് എന്താ സ്പോൺസർ ചെയ്യും, ചെടികളും ഇതൊക്കെ സ്പോൺസർ ചെയ്യും. മറ്റുള്ള കുട്ടികൾക്ക് അതൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ നമുക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യണം നമ്മുടെ എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പൊ ആദ്യമൊക്കെ നമുക്ക് പഠിക്കുന്ന സമയത്ത് ഇപ്പൊ 10th പഠിക്കുമ്പോൾ നൈറ്റ് ക്ലാസ്സുകൾ വെക്കും, അല്ലെങ്കിൽ തന്നെ എന്താ നൈറ്റ് ക്ലാസ് വെക്കും. പിന്നെ ലൈബ്രറി, അവർക്ക് പ്രത്യേകം ലൈബ്രറിയിൽ വെച്ചിട്ട് കുട്ടികൾക്ക് എന്തെങ്കിലും പഠിക്കാനും ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ 10th plus 2 കൂടുതലായിട്ട് നമുക്ക് എന്താണ് ഒരു ക്ലാസ്സും ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ എന്താ ഇപ്പൊ ഞങ്ങളുടെ ഒക്കെ സ്കൂളില് ഇപ്പൊ 10th class +2 ഒക്കെ ഉള്ള കുട്ടികൾക്കൊക്കെ എന്താ പഠനത്തിൽ പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്കും അതേമാതിരി പഠിക്കണ കുട്ടികൾക്കും ഒക്കെ എന്താണ് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ആയിട്ട് ഒരു ആഴ്ചയിൽ ഓരോ കുട്ടികളുടെ വീട്ടിലും ഇപ്പൊ ഒരു ടീച്ചറും അതേപോലെ തന്നെ ഒരു PTA അംഗവും എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ട് എന്തൊക്കെയാണ് അവർക്ക് പഠിക്കാൻ വേണ്ടത് അത് ലേണിംഗ് റിസോഴ്സസ് ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്ത് ക്ലാസ് ഒക്കെ എടുക്കും. അതൊന്നും കാശൊന്നും മേടിച്ചിട്ടായിരുന്നില്ല. അവർ കാശൊന്നും മേടിക്കാണ്ട് തന്നെ ഫ്രീ ആയിട്ട് ക്ലാസ് എടുക്കും. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാനൊക്കെ ആയിട്ട് അന്നൊക്കെ നമുക്ക് സാധിച്ചിരുന്നു. ഇപ്പോഴും നമുക്ക് പറ്റുമെന്ന് തോന്നുന്നു. അതേപോലെ തന്നെ ഇപ്പൊ കുട്ടികൾ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് സാമ്പത്തികമായിട്ട് പിന്നോക്കം ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ ക്ലബിലായാലും ലൈബ്രറിയിലും ഒക്കെ ഓരോ ആൾക്കാരും വന്നിട്ട് നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ആയിട്ട് ആൾക്കാരുണ്ടാവും. പിന്നെ ഇപ്പൊ +2 10th നന്നായിട്ട് വിജയിച്ച കുട്ടികൾക്കൊക്കെ അവര് ക്യാഷ് പ്രൈസ് ആയിട്ടും പ്രോത്സാഹന സമ്മാനമായിട്ടും വിജയിച്ചു പ്രോത്സാഹന സമ്മാനം ഒക്കെ നമുക്ക് നൽകാറുണ്ട്. അപ്പൊ എന്താണ് ഈ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷനിലൂടെ ഈ സ്കൂളും ഇതും തമ്മിലുള്ള കമ്മ്യൂണിറ്റി ആയിട്ടുള്ള സഹകരണത്തിലൂടെ ഇങ്ങനത്തെ കുറെ നല്ല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുട്ടികൾക്ക് ഇപ്പോ എന്താ എന്തെങ്കിലും സഹായം വേണം, ഇപ്പൊ വീടില്ലാത്ത കുട്ടികൾക്ക് വീട്, ഇപ്പൊ എന്തെങ്കിലും ചികിത്സാ സഹായം ഉണ്ടെങ്കിലും നമ്മുടെ സ്കൂളിലെ ആൾക്കാർ മാത്രമല്ല കുട്ടികൾ മാത്രം വിചാരിച്ചാൽ അത് നടക്കില്ല. അപ്പൊ കമ്മ്യൂണിറ്റിയും കൂടി സഹകരിച്ചാൽ മാത്രമേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അതിനും കമ്മ്യൂണിറ്റിയും സ്കൂളും നല്ല സഹകരണം ഉണ്ട്. അടുത്ത പോയിന്റ് ആണ് കണ്ടക്ടിങ് ഹോം വിസിറ്റ്സ്. ഹോം വിസിറ്റ് ആണോ? ഒരു 5 മിനിറ്റ് ഉണ്ടാവും മിസ്സേ? 5 മിനിറ്റ് സ്പീഡിൽ പറയട്ടെ എന്നാ. ഹോം വിസിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഓരോ കുട്ടികളും പല വിഭാഗത്തിൽ നിന്നൊക്കെ ഉള്ള കുട്ടികൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ അവര് വീട്ടിൽ പോയിട്ട് ഇപ്പൊ എന്താ ടീച്ചേഴ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം കുട്ടികളുടെ ബാക്ക്ഗ്രൗണ്ടും അവരെ റെസ്പെക്ട് ചെയ്യണം. ഇപ്പൊ ചിലപ്പോൾ കുട്ടികൾ വൈകി വരുന്നവരുണ്ടാവും, ചിലപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും ഒരേപോലെ പഠിക്കാൻ പറ്റണം എന്നൊന്നും ഉണ്ടാവില്ല. അത് ചിലപ്പോൾ അവരുടെ കുറ്റം കൊണ്ടായിരിക്കില്ല, അവരുടെ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കും. അതുകൊണ്ട് അവരെന്താണ് അവരുടെ മാറ്റി നിർത്താതെ അവർക്ക് എന്താണ് പറ്റിയെന്നുള്ളത് ഹോം വിസിറ്റിലൂടെ പോയിട്ട് വീടുകളിൽ പോയി സന്ദർശിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടോ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യണം ടീച്ചേഴ്സ്. ഓക്കെ, അത്രേ ഉള്ളൂ. ഇപ്പൊ ഇത്രയും പോയിന്റ്സ് മനസ്സിലായില്ലേ? ഞാൻ അടുത്തത് ഹോം വിസിറ്റ് ആണ്. അടുത്തൊരു ഹോം വിസിറ്റ് ഉണ്ട്, അതും കൂടെ കഴിഞ്ഞ ടോപ്പിക് കഴിയും കേട്ടോ. അപ്പൊ ഹോം വിസിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർ വാല്യുബിൾ ഇൻ ബിൽഡിംഗ് റെസ്പെക്ട്ഫുൾ റിലേഷൻഷിപ്പ് വിത്ത് ഫാമിലീസ്. ഫാമിലീസ് ആയിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനായിട്ട് ഹോം വിസിറ്റിലൂടെ നമുക്ക് സാധിക്കുന്നു. അപ്പൊ എന്തെങ്കിലും കുട്ടികൾക്ക് എന്തെങ്കിലും പോരായ്മകളോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ് അത് നേരിട്ട് പോയിട്ട് ടീച്ചേഴ്സ് വിസിറ്റ് ചെയ്തിട്ട് ആ പോരായ്മകളൊക്കെ മാറ്റും. അപ്പൊ അതിനായിട്ട് എന്താണ് ഹോം വിസിറ്റിന് പോകുമ്പോൾ ഒരു ടീച്ചർ തന്നെ പോണത് അത്ര പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള കുട്ടികൾ ഉണ്ടെന്ന് പറഞ്ഞില്ല, അപ്പൊ അത് അത്ര നല്ലതായിരിക്കില്ല. ഒരു സോഷ്യൽ സർവീസ് ഒരു അംഗം കൂടി ഉണ്ടെങ്കിൽ അത് കൂടുതൽ നല്ലതായിരിക്കും, ഒരു കൂട്ടുണ്ടെങ്കിൽ. അപ്പൊ നമ്മ അടുത്തത് ഹോം വിസിറ്റിന് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. വിസിറ്റ് ഷുഡ് ബി ഷെഡ്യൂൾഡ് അറ്റ് എ ടൈം ദാറ്റ് ഈസ് അപ്രോപ്രിയേറ്റ് ഫോർ ദ ഫാമിലി. നമ്മ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ വീട്ടിലെ അംഗങ്ങൾക്കും കൂടി ഫാമിലിക്കും കൂടി അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടൈമിലായിരിക്കണം. അവര് അവിടെ ഇല്ലാത്ത സമയത്ത് നമ്മൾ പോയിട്ട് കാര്യമില്ല. അപ്പൊ അവിടെ ആൾക്കാരുണ്ടോ എന്നൊക്കെ നമ്മൾ ആദ്യം അറിഞ്ഞും ഷെഡ്യൂൾ ചെയ്തിട്ടായിരിക്കണം നമ്മ ഒരു വീട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ. അതേപോലെ തന്നെ ഹോം വിസിറ്റ് ഷുഡ് നെവർ കണ്ടക്ട് എലോൺ, എസ്പെഷ്യലി ഇഫ് എ വർക്കർ ഫീൽസ് ദെയർ സേഫ്റ്റി മേ ബി കോംപ്രമൈസ്ഡ്. ഇപ്പൊ ഹോം വിസിറ്റ് പോകുമ്പോൾ ഒരു ആള് മാത്രമല്ല, ഒരു ടീച്ചേഴ്സ് മാത്രമായിട്ട് ഒറ്റയ്ക്ക് പോകരുത്. കാരണം അവർക്കും എന്താണ് സേഫ്റ്റി ഉണ്ടാവണമല്ലോ.
അപ്പൊ എന്താണ്, ഒരു ടീച്ചറും ഒരു സോഷ്യൽ സർവീസ് ചെയ്യുന്ന ഒരു ആളും കൂടി ഉണ്ടെങ്കിൽ എന്താണ്, ഒരു രണ്ടുപേരും കൂടി ഉണ്ടെങ്കിൽ ഇപ്പൊ സോഷ്യൽ സർവീസിലുള്ള ആൾക്കാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരായിട്ടും കണക്ഷനും ഇതൊക്കെ ഉണ്ടാവും. എന്തെങ്കിലും കുറവുകൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കും പരിഹരിക്കാനായിട്ട് സാധിക്കും. നന്നായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് സാധിക്കണം. അവരുടെ നമ്മ ചെല്ലണത് എന്താണെന്നുള്ള ഉദ്ദേശം ഉണ്ടാവണം. അല്ലാതെ കുറെ സംസാരിച്ചിട്ട് കാര്യമില്ല. അത് അവർക്ക് എന്താണ് പ്രോബ്ലംസ് ഉള്ളത് അതൊക്കെ മനസ്സിലാക്കിയിട്ട് അത് പരിഹരിക്കാനായിട്ട് സാധിക്കണം. ഫാമിലി ഓർ ചൈൽഡ് ഹിസ്റ്ററി ഷുഡ് ബി ഇൻസ്പെക്ടഡ് പ്രയർ ടു ദ വിസിറ്റ് കോൺഫിഡന്റ്ലി മസ്റ്റ് ബി മെയിൻറ്റെയിൻഡ്. അപ്പൊ എന്താണ്, ഫാമിലിയുടെ ഹിസ്റ്ററിയും ഇതൊക്കെ എന്താണ് ആദ്യം നമ്മ അറിഞ്ഞിരിക്കണം. അത് മാത്രമല്ല അതൊക്കെ രഹസ്യമായിട്ട് സൂക്ഷിക്കാനും പറ്റണം. എല്ലാവരോടും പറഞ്ഞടക്കാൻ ചിലപ്പോൾ എല്ലാവർക്കും പറയേണ്ട കാര്യങ്ങളായിരിക്കില്ല. അപ്പൊ അതൊക്കെ എന്താണ് രഹസ്യമായിട്ട് സൂക്ഷിക്കാനുള്ള ഒരു കഴിവും കൂടി ഉണ്ടായിരിക്കണം. അപ്പൊ അത് ഇപ്പൊ എന്തെങ്കിലും മറ്റുള്ളവരിൽ നിന്ന് സഹായം വേണമെന്നുണ്ടെങ്കിൽ സഹായം ചോദിക്കാം, അല്ലാത്ത പക്ഷം അത് കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. അടുത്ത, വിസിറ്റ് ഷുഡ് നോട്ട് ബി ടു ലെങ്തി. കുറെ നേരം ഇതാക്കരുത്, അവർക്കും സമയം വേസ്റ്റ് ആയി പോകരുത്. അവര് ചെന്ന കാര്യങ്ങള് അവര് എന്താണ് നടത്തണം. ഇത്രേ ഉള്ളൂ ക്ലാസ്, ഇത്രേ ഉള്ളൂ മിസ്സേ. കൺക്ലൂഷനും കൂടി ഉണ്ട്. അത് കുഴപ്പമില്ല. ഓക്കെ, ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ ഇപ്പൊ എന്താണ് കൊളാബറേഷൻ എന്നൊക്കെ ഉള്ളത്? ഓക്കെ മിസ്, കഴിഞ്ഞ എന്റെ സെമിനാർ നന്നായിരുന്നു അല്ലേ? ക്വസ്റ്റ്യൻ വേണ്ടല്ലോ. നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കണം. ഇനി പറയണോ? ഓക്കെ, താങ്ക് യു. കേട്ടോ. Thank you. Thank you, ma'am.